സമ്പത്ത് സന്തോഷം. ആരോഗ്യവും സമ്പത്തും കൂടി ചേരുമ്പോൾ നമ്മൾക്ക് സന്തോഷം വന്നു ചേരും. എല്ലാവർക്കും അത് വന്നു ചേരട്ടെ എന്ന പ്രാർത്ഥനയോട് ഇന്നത്തെ 6 AM സൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സൂമിൽ കണ്ടിട്ടുണ്ടാകും, എങ്കിലും ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് അജിത് കുമാർ, പാനൂർ സ്വദേശിയാണ്. ഇന്നത്തെ 6 AM സൂമിൽ വെൽനസിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു തരാൻ ഇന്ന് നമുക്ക് വേണ്ടി പറയുന്നത് മറ്റാരുമല്ല, വെൽനസിനെ കുറിച്ചും ന്യൂട്രീഷൻ സപ്ലിമെന്റിനെ കുറിച്ചും 10-15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള രാജേഷ് കടവത്തൂർ. അദ്ദേഹത്തെ നിങ്ങളെല്ലാം സമ്മതത്തോടുകൂടി ഞാൻ ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം രാജേഷ് സാർ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓഡിയബിൾ ആണോ സാറേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഓഡിയബിൾ ആണോ? യെസ്, ഗുഡ് മോർണിംഗ്. വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. അപ്പോ ഞാൻ എന്നെ ഒന്ന് സെൽഫ് പരിചയപ്പെടുത്താം. എന്റെ പേര് രാജേഷ് എന്നാണ്. സ്ഥലം തലശ്ശേരിക്കടുത്ത് കടവത്തൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. എന്റെ ഫാമിലി എന്ന് വെച്ചാല് ഭാര്യ, 2 കുട്ടികളാണുള്ളത്. ഹാപ്പി ആയിട്ട് ജീവിച്ച് പോകുന്നു. അപ്പോ ഞാൻ ചെറിയൊരു തിരുത്ത് വരുത്തിയാണ്. ഐസാർ MC-യിൽ പറഞ്ഞ ഒരു കാര്യം വെച്ചാല് ന്യൂട്രീഷൻസിനെ കുറിച്ചാണ് ഞാൻ പഠിച്ചത്. എന്റെ വിഷയവും അതായിരുന്നു. ഞാൻ പഠിച്ച 10-15 വർഷക്കാലം പഠിച്ചതും അതായിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ എനിക്ക് ടോപ്പിക് തന്നത് ഞാൻ മിനീഷ് സാറിനോട് പറഞ്ഞായിരുന്നു. അതായത് നമ്മള് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതായത് 4 ബേസിക്സും 3 പില്ലേഴ്സും. അതായത് 4 ബേസിക്സ് ഓഫ് ഈ ബയോട്ടോറിയം, അതായത് ഡയറക്ട് സെല്ലിംഗ്. അതായത് ബയോട്ടോറിയം നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിലാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൽ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മളിപ്പം പുതിയ ആൾക്കാരുണ്ട്, ഇതില് കുറച്ച് പഴയ ആൾക്കാരുമുണ്ട്. അപ്പം പുതിയ ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ ഗുണം ചെയ്യുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഗുണം ചെയ്യാൻ പുതിയതായി വന്ന ആൾക്കാരായിരിക്കും. പഴയ ആൾക്കാർ ഇത് കുറെ കേട്ടിട്ടുണ്ടാവാം. എങ്കിലും നമ്മൾ രമേശന്മാരൊക്കെ പറയുന്ന പോലെ കേട്ട കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കേൾക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് അതിനുള്ള ഒരു മാസ്റ്ററായി നമ്മൾ മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലിസ്റ്റ്, അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 കാര്യങ്ങൾ. ഒന്നാമത്തേത് ലിസ്റ്റ് ബിൽഡിംഗ്, രണ്ടാമത്തേത് ഇൻവെസ്റ്റേഷൻ, മൂന്നാമത്തേത് ഷോ ദ പ്ലാൻ, നാലാമത്തേത് ഫോളോ അപ്പ്. അപ്പൊ ഓരോന്നിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറയാം. ഒന്നാമത്തേത് എടുക്കുകയാണെങ്കിൽ നമ്മൾ ലിസ്റ്റ് ബിൽഡിംഗ് ആണ്. എന്തിനാണ് നമ്മൾ ലിസ്റ്റ് ബിൽഡ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? നമ്മളെ ഈ ഒരു ബിസിനസ്സിൽ, നമ്മളെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്, അതായത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ നമുക്ക് മെറ്റീരിയൽസ് ആവശ്യമാണ്. ഏതൊരു തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് മെറ്റീരിയൽസ് ആവശ്യമാണ്. അപ്പൊ ഏത് കാര്യങ്ങൾ, ഏത് മേഖലയായിക്കോട്ടെ, എന്തിനാണ് നമുക്ക് മെറ്റീരിയൽസ് ആവശ്യമാണ്. നമ്മുടെ മെറ്റീരിയൽസ് എന്താണെന്ന് വെച്ചാല് നമ്മുടെ മനുഷ്യന്മാരാണ് നമ്മളെ മെറ്റീരിയൽസ്. അതായത് നമ്മൾക്ക് അറിയാവുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം. അപ്പൊ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാൻ ചില ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. കാരണം വെച്ചാല് പഴയ ആൾക്കാർക്ക് മനസ്സിലാവണ്ട, പുതിയ ആൾക്കാർക്ക് കൂടുതൽ ഇത് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ ലിസ്റ്റ് എന്തിനിടണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു, അതായത് നമ്മളെ പ്ലാൻ കാണിച്ച ആരോ അവര് പറഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തോടുള്ള ട്രസ്റ്റ് കൊണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് ചില ആൾക്കാർ ചില അസുഖമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഈ ഒരു അവസരം കണ്ടിട്ടുണ്ടാവുക. ആ ഒരു കാര്യം നേരെയാവാൻ വേണ്ടിയിട്ടും ആയിരിക്കാം ഈ ഒരു അവസരത്തിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യും? അവർക്ക് ഇതിനെ കുറിച്ചൊന്നും കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ നമ്മളെ അതിലേക്ക് കൊണ്ടുവന്ന ആൾക്കാർ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ, ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മളെ ഈ ഒരു കാര്യം വെച്ചാൽ ലിസ്റ്റ് ബിൽഡിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ലിസ്റ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാന്ന് വെച്ചാല്, നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട് അല്ലെ? എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സ് എന്നുള്ള ആ ഒരു വാക്ക് തന്നെ നമുക്ക്, അതായത് 7 വാക്കുകൾ, 7 അക്ഷരങ്ങളുള്ളതാണ് FRIENDS. ഇതാണ് ഫ്രണ്ട്സ്. അതായത് നമുക്ക് ലിസ്റ്റ് ബിൽഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. ചില ആൾക്കാരുടെ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആൾക്കാർ 500, 1000 ഒക്കെ ലിസ്റ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോ ലിസ്റ്റ് ഇടാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. അതായത് ഒന്നാമത്തെ ഫ്രണ്ട്സിന്റെ അതിൽ ഒന്നാമത്തത് F എടുക്കാം നമുക്ക്. ഓക്കെ, F എന്ന് പറയുന്നത് നമ്മളെ ഫ്രണ്ട്സ് തന്നെ. ഒരു 3-4 പേജ് നമ്മൾ ഫ്രണ്ട്സിന് വിടുക. അതായത് നമ്മളെ പല രീതിയിലുള്ള ഫ്രണ്ട്സുകൾ ഉണ്ടാവും. നമ്മളിപ്പോ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ഉണ്ടാവും, ചില സ്ഥലത്ത് നമ്മൾ താമസിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അവിടെയൊക്കെ നമുക്ക് ചെറിയൊരു
ഒന്നോ രണ്ടോ ദിവസത്തെ ഫ്രണ്ട്സ് ഉണ്ടാവും നമുക്ക്. അവരുടെ പേര് എഴുതുക. കൂടാതെ നമ്മളെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഫ്രണ്ട്സുകളുടെ പേര് എഴുതുക. പിന്നെ നാട്ടിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ ഫ്രണ്ട്സിൽ, അതായത് നമ്മളെ അടുത്ത ഫ്രണ്ട് അല്ലാണ്ട് കുറച്ച് ദൂരെയുള്ള ഫ്രണ്ട്സുകളൊക്കെ നമുക്കുണ്ട്. അറിയാവുന്ന ആൾക്കാർ കുറച്ച് ദൂരെയുള്ള ഫ്രണ്ട്സ് നമുക്കുണ്ട്. അവരുടെ പേര് ഒരു ഇത് എഴുതുക. പിന്നുള്ളത് 6 എഫ് കഴിഞ്ഞാൽ 6 റിലേറ്റീവ്സ്, അതായത് നമ്മളെ കുടുംബക്കാരുടെ പേര് എഴുതുക. ഈ കുടുംബക്കാരുടെ പേര് എഴുതുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ലിസ്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കൂടെ നമ്മളെ പാർട്ട്ണറും കൂടെ ഉണ്ടാവണം. പാർട്ട്ണർ ഇല്ലാത്ത ആൾക്ക് കുഴപ്പമില്ല, പെട്ടെന്നൊരു പാർട്ട്ണർ ഉണ്ടാക്കാനൊന്നും പോണ്ട. നമ്മൾ സെൽഫായിട്ട് നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാരെ എഴുതി വെക്കുക. അവർ കൂടെ ആകുമ്പോൾ നമ്മളെ കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിൽ അവരുടെ ഭാര്യയുടെ കുടുംബത്തിലൊക്കെ ആൾക്കാരുണ്ടാവും. ആ ഒരു കോണ്ടാക്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റിലേറ്റീവ്സിന്റെ ഇതിലേക്ക് എഴുതുക. പിന്നെയുള്ളത് ഐ ആണ്. അതായത് ഐ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നമുക്ക് കുട്ടികൾ, നമ്മൾ കല്യാണം കഴിച്ച കുട്ടികളൊക്കെ ഉണ്ടാവും. ആ കുട്ടികളൊക്കെ പഠിക്കുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്തുള്ള സ്കൂളുകൾ ഉണ്ടാവും, കോളേജുകൾ ഉണ്ടാവും. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാവും. അവിടെയൊക്കെയുള്ള ആൾക്കാരുടെ പേര് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലിസ്റ്റ് എഴുതുക. പിന്നെ ഇ എന്ന് പറഞ്ഞ ഇതാണ്. ഇ എന്ന് പറഞ്ഞ എംപ്ലോയീസ്. അതായത് പല പല സ്ഥാപനങ്ങളുള്ള എംപ്ലോയീസിന്റെ പേരുകൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഈ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുക. പിന്നെ എൻ ആണ്. അതായത് നൈബേഴ്സ്, നമ്മളെ അയൽപക്കത്തുള്ള ആൾക്കാരെ പേരും നമ്മൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക. പിന്നെ ഡി ആണ് ഡോക്ടേഴ്സ്. പക്ഷെ നമുക്ക് ഒത്തിരി ഡോക്ടേഴ്സിനെ നമുക്ക് പരിചയമുണ്ട്. ആ ഡോക്ടേഴ്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മള് ഈ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. നമ്മൾ പല പല ഇത് വാഴത്തിൽ വരുന്നതിന് മുന്നേയും ഇപ്പോൾ നമ്മൾ പല പല ആവശ്യങ്ങൾക്കായിട്ട് പല പല ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട്. നമ്മൾ പല അസുഖങ്ങൾക്ക് ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മൾ അവരുടെയൊക്കെ പോകും, നമ്മളെ കാര്യങ്ങൾ പറയും, അദ്ദേഹം ഒരു പ്രിസ്ക്രൈബ് ചെയ്യും, നമ്മൾ മരുന്ന് വാങ്ങി തിരിച്ചു വരും. നമ്മൾ ഇനി മുതൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മളെ ബന്ധുവിനെ കൊണ്ടോ ആരെ കൂടെയെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകണമെങ്കിൽ അവരെ നമ്മൾ അങ്ങോട്ട് കയറി പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ അവരുടെ പേരും എഴുതി വെക്കുക. പിന്നെ എസ് എന്ന് പറഞ്ഞത് സ്ട്രേഞ്ചേഴ്സ്. നമ്മൾ സമയത്തൊക്കെ നമുക്ക് പല ആൾക്കാരെയും നമ്മൾ പരിചയപ്പെടുന്നുണ്ടാവും. എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ, നമ്മൾ സ്ട്രേഞ്ചേഴ്സിനെ പരിചയപ്പെടുക എന്നുള്ളത് ഞാനൊരു ഇതാക്കി മാറ്റിയിട്ടുണ്ട്, ഒരു പാഷനാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം വെച്ചാൽ എല്ലാ ആൾക്കാരെയും പരിചയപ്പെടുക. എന്നുവെച്ചാൽ അദ്ദേഹത്തിനോട് ചോദിക്കുകയൊന്നും ചെയ്യണ്ട, ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടോട്ടെ എന്ന് വെച്ച് ചോദിക്കൊന്നും. നമ്മൾ കയറി അങ്ങോട്ട് പരിചയപ്പെടുകയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് തയ്യാറാക്കുക ആദ്യം. അത് ലിസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റൂല. നമ്മളെ കയ്യിൽ ഒരു വലിയൊരു ലിസ്റ്റ് ഇല്ലെങ്കിൽ, നമ്മൾ ഒരു 50 പേരുള്ള ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 50 പേരെ ആദ്യം നമ്മൾ ഈ ഒരു അവസരം പറഞ്ഞു കൊടുക്കും. ആ 50 പേരും നമ്മളോട് വരുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുക, നിങ്ങൾ ഇതിലൊക്കെ അധികം ആൾക്കാർ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, എന്റെ കയ്യിലുള്ള ആൾക്കാരുടെ ലിസ്റ്റൊക്കെ തീർന്നു, ഇനി ഞാൻ എന്ത് ചെയ്യാം, ഈ പരിപാടി നിർത്താൻ. അതേസമയം നമ്മളെ കയ്യിൽ ഒരു 1000 പേരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 50 ആൾക്കാർ വന്ന് പോയിക്കോട്ടെ. ഈ പോയതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിലൊക്കെ പാഠങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ഈ ഒരു അവസരം കിട്ടാനുള്ള സമയം ദൈവം കൊടുത്തിട്ടില്ല, ആ സമയത്ത് കൊടുത്തില്ല. പിന്നീട് നമ്മളെ കൂടെ വരുന്നുണ്ടാവും. പക്ഷെ ആ ലിസ്റ്റ്, നമ്മൾ ഈ കാണിച്ച ആൾക്കാരുടെ ലിസ്റ്റ് പിന്നീട് നമ്മളുടെ ആ ഒരു നമ്മളെ ഡയറിയിൽ നിന്ന് വെട്ടിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുറച്ച് സമയം നമ്മൾ ഈ യാത്രയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നല്ല ലെവലിലെത്തുന്നുണ്ടാവും. എന്നുവെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു 6 AM ക്ലബിൽ കയറുന്നുണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ആകണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ കയറിയിട്ടുണ്ടാവുക. എന്നുവെച്ചാല് അപ്പൊ നമ്മൾ എന്തെങ്കിലും ആകുന്നുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മൾ ആദ്യം കാണിച്ച ആൾക്കാരോട് പറയാൻ പറ്റും, ഇതാ ഞാൻ ഈ ഒരു അവസരം നിങ്ങൾക്ക് കാണിച്ചിരുന്ന ഈ ഒരു അവസരം ഞാൻ നല്ല രീതിയിൽ ചെയ്തു, ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളത്. എന്നുവെച്ചാൽ ആ സമയത്ത് അവർക്ക് മാറ്റം വരാം. എന്നുവെച്ചാൽ ഇന്ന് ചിന്തിക്കുന്നവരായിരിക്കില്ല നാളെ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പൊ അവരെയും നമ്മൾ വെട്ടിക്കളേണ്ട ആവശ്യമൊന്നുമില്ല, അവരെയും നമ്മളെ റോ മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്ലാൻ കാണിക്കുക. അതായത് നമ്മൾ പിന്നീടുള്ളത്, അപ്പൊ ലിസ്റ്റ് ബിൽഡിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തായിട്ടുണ്ടാവും. ഇപ്പം ചെറിയൊരു കാര്യമെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളണമെന്ന് പറ്റില്ല, മൈൻഡിന് പറ്റില്ല. ചില കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അത് നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മൾ ഇൻവിറ്റേഷൻ എന്നാണ്, ക്ഷണിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു ക്ഷണിക്കലാണ് നമ്മളെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നുവെച്ചാൽ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി, വളരെ നല്ല രീതിയിലുള്ള ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി. അപ്പൊ അവരെ ക്ഷണിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പൊ ക്ഷണിക്കുക എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ശരിയായ രീതിയിൽ അറിയില്ലെങ്കിൽ നമ്മൾ ഈ ഒരു അവസരത്തിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരായിട്ട് ഇരുന്നിട്ട് എങ്ങനെ എന്റെ ലിസ്റ്റ് ഇതാണ്, അപ്പം
ഇതിന് നമ്മളൊരാളെ കൊണ്ടുവരുന്നത് നമ്മളതിൽ അപ്ലൈൻ എന്നുള്ളത് ആൾക്കാർ ചെയ്യേണ്ടത് അപ്ലൈൻ ഡൗൺലൈൻ എന്ന് ഞാൻ ഇതിൽ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളെല്ലാവരും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ മനസ്സിലാകേണ്ട രീതിയിൽ ഒന്ന് പറയുകയാണ്, നമ്മൾ അപ്ലൈൻമാർ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ലിസ്റ്റ് ബിൽഡ് ചെയ്ത ആൾക്കാരൊന്ന് സോർട്ട് ഔട്ട്, ആ ഒരു ആളെ അടുത്ത് ഇരുന്നിട്ട് അവരായിട്ട് ലിസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണം. അവരുടെ ആ സ്വഭാവ ഗണങ്ങളൊക്കെ മനസ്സിലാക്കി ഇദ്ദേഹത്തെ ഇങ്ങനെ ക്ഷണിക്കാം, ഇദ്ദേഹത്തെ ഇങ്ങനെ ക്ഷണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് അപ്ലൈൻമാർ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു കല്യാണം, നമ്മളെ വീട്ടിലൊരു ഫംഗ്ഷനോ കല്യാണോ എന്തെങ്കിലും നടക്കുകയാണെന്ന് കരുതുക, നമ്മള് റോഡിൽ ഇറങ്ങിയിട്ട് എല്ലാ ആൾക്കാരും ക്ഷണിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ നമ്മളെന്താ ചെയ്യുന്നത്, നമ്മള് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ആദ്യം നമ്മളെ അടുത്ത കുടുംബക്കാര, പിന്നെ കുറച്ച് അകന്ന കുടുംബക്കാര, പിന്നീട് നമ്മളെ അടുത്ത അയൽപക്കക്കാര, ആ രീതിയിലാണ് നമ്മൾ ലിസ്റ്റ് ഉണ്ടാകുക. ആ രീതിയിലാണ് നമ്മൾ ക്ഷണിക്കുകയും ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാല് നമ്മൾ ആ ഒരു ലിസ്റ്റ് ബിൽഡ് ചെയ്തില്ല, നമ്മൾ ആൾക്കാരെ കൃത്യമായി ക്ഷണിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിന്റെ ഒരു അറേഞ്ച്മെന്റ് നമുക്ക് തെറ്റിപ്പോകുന്നതാണ്. കാരണം ഭക്ഷണ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറ്റുന്നതല്ല, കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പൊ അധികം ആൾക്കാരുടെയും സ്ഥലത്ത് ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ കാണാം, ഭക്ഷണം ഒരു പകുതി സമയം എത്തിക്കഴിഞ്ഞാൽ തന്നെ തീർന്നു പോകുന്നതായിട്ട് കാണാം. ചില ഞാൻ അന്വേഷിച്ചു അവരോട്, ആ സമയത്തൊക്കെ ഈ അടുത്ത് എൻ്റെ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോയി. അപ്പൊ അവിടെ പകുതി ആകുമ്പോഴത്തേക്ക് ഏകദേശം ഭക്ഷണമൊക്കെ ഏകദേശം കഴിയാറായി. അപ്പൊ ഞാൻ ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു ഫീൽഡിൽ ഉള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു അവരോട്, നിങ്ങൾ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എന്താ കിട്ടോ? ഇല്ല, ഞങ്ങള് ആ ലെറ്റർ എത്ര കൊടുത്തു അതിന് കണക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആൾക്കാരെ ബില്ലിട്ടത്. കാണിച്ചാല് കല്യാണം ഭക്ഷണത്തിന്റെ ഇറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. നിങ്ങൾ ക്ഷണിച്ച ആൾക്കാരുടെ ഓരോരോ വീട്ടിൽ നിന്ന് ഇത്ര ആൾക്കാർ വരും, ഇത്ര ആൾക്കാർ തലേദിവസം വരും, ഇത്ര ആൾക്കാർ കല്യാണം ആയ ദിവസം വരും എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഇതിലേക്കും നമ്മൾ എന്ത് ചെയ്യണം, ക്ഷണിക്കുന്ന കാര്യങ്ങള് വളരെ കൃത്യതയോടുകൂടി ക്ഷണിക്കണം. നമ്മളിപ്പം ആവറേജ് സമൂഹത്തിൽ നമ്മൾ എന്ത് അറിയാം, ഞാൻ ഇങ്ങനെ ഒരു കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എൻ്റെ ഒരു സുഹൃത്ത് വീട്ടിൽ വരുന്നത്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് തെറ്റായ രീതിയിലാണ് നമ്മളെ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളത്, നിലവിലുള്ളത്. അതായത് അങ്ങനെ വരാൻ കാരണം വെച്ചാൽ പല ആൾക്കാരും പല നെറ്റ്വർക്കും പല രീതിയിൽ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ഇപ്പൊ നിലവിലുള്ളത്. മനസ്സിലായി, ആ ഒരു അവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞു, ഇപ്പോ ഏകദേശം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ലിസ്റ്റ് ബിൽഡ് ചെയ്തു, അവരെ നമ്മൾ ക്ഷണിച്ചു. എന്നുവെച്ചാൽ ക്ഷണിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്ലാന് കാണിക്കണം. നമ്മളെ ഈ ഒരു ബിസിനസ് അവസരം നമ്മൾ കാണിക്കുക ചെയ്യേണ്ടത്. അതായത് നമ്മള് സേത പ്ലാൻ ആകാൻ പാടില്ല. അതായത് നമ്മൾ അവരോട് പ്ലാൻ ഇങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ഇരുന്നിട്ട് 1 to 1 ആണെങ്കിലും ഇരുന്ന് അവർക്ക് നമ്മൾ പ്ലാന് വരച്ച് കാണിച്ചു കൊടുക്കണം. കാരണം വെച്ചാൽ വരച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മൈൻഡിൽ ആ ഒരു പ്ലാന് നിലനിൽക്കും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ദിവസം പല വാക്കുകൾ നമ്മൾ കേട്ട് ഇങ്ങനെ പോകുന്നതാണ് നമ്മളെ മൈൻഡ്. അപ്പൊ നമ്മളെ മൈൻഡിൽ നിന്ന് അതൊക്കെ ഈ നമ്മൾ സേത പ്ലാൻ ആയി കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മാറിപ്പോവും. അത് അവരുടെ മൈൻഡിൽ നിൽക്കില്ല. നമ്മളത് അതായത് നമ്മൾ എഴുതി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്ന് കാണിച്ചു കൊടുത്തു നമുക്ക് എന്താക്കാൻ പറ്റും, അദ്ദേഹത്തിന് അത് മനസ്സിൽ അത് എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, POP സെന്ററുകളിലേക്ക് ആളെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം. അതായത് നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു വ്യക്തിയെ ആ ഒരു ഹാളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്ന ലീഡർ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം ബോർഡിലൊക്കെ വളരെ കൃത്യമായിട്ട് ഇത് വരച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഹോം മീറ്റിങ്ങുകളാണ്. അതും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. കാരണം നമ്മളെ വീട്ടിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മളെ കുടുംബക്കാരെയും നമ്മളെ ഫ്രണ്ട്സിനെയും അയൽപ്പക്കക്കാരെയൊക്കെ ഒരു 3 or 4 വ്യക്തികളെ മാത്രമേ വിളിക്കാവൂ. ഒരു 10-20 പേരെ വിളിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ, നമ്മളിപ്പം 10-20 പേരെ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10-20-30 കസേല അവിടെ ഇടും. അപ്പൊ എന്ത് ചെയ്യും, ഈ വരുന്ന ആൾക്കാർക്ക് ഇത് കുറേ ആളെ വിളിച്ച പരിപാടിയാണല്ലോ, എന്താണ് ഇത്, ഒരു നെറ്റ്വർക്ക് പരിപാടി ആണോ എന്നൊക്കെ അദ്ദേഹത്തിന് സംശയം തോന്നും. അദ്ദേഹം ഈ പ്ലാൻ തുടങ്ങുന്നതിന് മുമ്പേ അദ്ദേഹം പറയും എനിക്ക് ചെറിയ തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയും ചെയ്യും. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ആ ഒരു ഹോം മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മള് ആ കസേരയൊക്കെ നമുക്ക് കരുതി വെക്കാം. പക്ഷെ 1-2 കസേര മാത്രം ഇടുക. ആളുകൾ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അവർക്ക് കസേര അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നതാണ് ആദ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. പിന്നെ അത് 4ാമത്തെ ഒരു കാര്യം ഫോളോ അപ്പ് ആണ്. അതായത് നമ്മൾ പ്ലാന് കാണിച്ച ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യം ഒരു 12 മണിക്കൂർ അല്ലെ 24 മണിക്കൂറിൽ ഫോളോ അപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഈ ഒരു സംഭവം വിട്ടുപോകും. അത് നമ്മൾ എന്ത് ചെയ്യണം,
നമ്മളോ അല്ലെ നമുക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ടോ അല്ലെ നമുക്കത് പറയാൻ ബുദ്ധിമുട്ടും അദ്ദേഹത്തെ ഫോളോ അപ്പ് ചെയ്യാനുള്ള അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവോ ഇപ്പോഴില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഇമ്മീഡിയറ്റ് അപ്ലൈനെ വിളിച്ചിട്ട് കൂടെ പോയി അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ട് എന്ത് ചെയ്യണം, അവരെ ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു വീടിന്റെ അന്തരീക്ഷത്തിന് ഒത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പെരുമാറണം. കാരണം നമ്മൾ ജീവിച്ച അന്തരീക്ഷം ആയിരിക്കില്ല നമ്മളിപ്പോ പോകുന്ന വീട്ടിലുണ്ടാവുക. അപ്പൊ ആ ഒരു അന്തരീക്ഷം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം അദ്ദേഹത്തിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി പോകാനുള്ളത്. പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാർ അവിടെ മുറ്റത്ത് ചവിട്ടിയിട്ടിട്ടുണ്ടാവും, അതായത് സ്റ്റെപ്പിന്റെ താഴെ ചവിട്ടിയിട്ട് നമ്മൾ ചെരുപ്പ് അതിൽ കഴിച്ചിടുന്ന ആൾക്കാരുണ്ടാവും. ഇതിൽ ഉണ്ടാവുന്നല്ല പറഞ്ഞത്, നമ്മൾ പല കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയാൽ അദ്ദേഹം ചിലപ്പോ ആ വീട്ടുകാരൻ ആ ചെരുപ്പൊക്കെ പുറത്ത് കഴിച്ചിട്ട് ആ കാല് മാത്രം തുടച്ചിട്ട് കയറുന്ന പ്രകൃതക്കാരനായിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോ ഷൂവോ ചെരുപ്പോ ചവിട്ടിപ്പോ ആ ചെരുപ്പ് ആ ചവിട്ടിയിൽ കഴിച്ചിട്ടിട്ട് കയറി പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കാരണം വെച്ചാൽ അപ്പോ അദ്ദേഹം നമ്മളെ ആ ഒരു സ്വഭാവം നമ്മളെ മനസ്സിലാക്കിയെടുക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാ, അവരെ കുറിച്ചിട്ട് നല്ലത് മാത്രം പറയുക. ഒരു തരത്തിലും നെഗറ്റീവ് ചിന്താഗതി വരുന്ന, അതായത് നെഗറ്റീവ് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംസാരവും നമുക്ക് നമ്മളെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവരെ കുറച്ച് ഒന്ന് ഉയർത്തി മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മളൊരു വീട്ടിൽ പോയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ വീട്ടിൽ അകത്തേക്ക് കാണുന്ന രീതിയിൽ നമ്മൾ ഒരു കാരണവശാലും ഇരിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ വീട്ടിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇരിക്കുന്ന നോക്കുന്ന രീതിയിൽ വേണം നമ്മൾ ആ വീട്ടിൽ പോയിട്ട് ഇരിക്കാനായിട്ട്. അതായത് നമ്മൾ ആ വീട്ടിൽ പോയി ക്ഷണിക്കപ്പെട്ട ആൾക്കാർ നമ്മളെ മുൻപിലായിട്ട് ഇരിക്കണം. അങ്ങനെ തന്നെ നമ്മൾ കഴിവതും ഇരിക്കാൻ ശ്രമിക്കണം. കാരണം വെച്ചാൽ ആ രീതിയിൽ തെറ്റായ രീതിയിൽ ഇരുന്നിട്ട് ചില ആൾക്കാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, പല ആൾക്കാരുണ്ടാവും അദ്ദേഹത്തിന്റെ റൂമിൽ. നമ്മൾക്കിപ്പോ അങ്ങോട്ട് നമ്മൾ ഒരു നോട്ടം അങ്ങോട്ട് പോയാൽ മതി. നമ്മൾ നല്ലതായിട്ടോ ചീത്തയായിട്ടോ ഒരു നോട്ടം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യുന്ന നമ്മളായിട്ട് ഇന്ററാക്ഷനിൽ ആ ഒരു ബന്ധം അവിടെ കട്ടായി പോകുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിൽ മാത്രമല്ല, നമ്മൾ ലൈഫിൽ തന്നെ നമ്മൾ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇരിക്കേണ്ടത് നമ്മൾ വീട്ടിന്റെ അതായത് മുൻഭാഗത്തോട്ടേക്ക് നോക്കുന്ന രീതിയിൽ നമ്മൾ ഇരിക്കേണ്ടതാണ്. ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ ഒരു 4 ബേസിക്സിൽ ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 3 പില്ലേഴ്സ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഈ ഒരു ബിസിനസ്സിൽ അത്യന്താപേക്ഷിതമായ 3 പില്ലേഴ്സ് ആണ്. അതായത് 3 ഫില്ലർ. നമ്മളിവിടെ ഇപ്പം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് വലിയൊരു ഒരു കെട്ടിടമാണെന്ന് മനസ്സിലാക്കാൻ കരുതുക. നമ്മുടെ ഈ ഒരു ബിസിനസ് ഒരു വലിയൊരു കെട്ടിടം പോലെയാണെന്ന് കരുതുക. അതായത് അതൊരു പില്ലറിന്റെ മുകളിലാണ് നിൽക്കുന്നതെന്ന് കരുതുക നമ്മൾ. അപ്പൊ അത് ഒന്നാമത്തെ പില്ലർ എന്ന് വെച്ചാൽ ലേൺ ആണ്. രണ്ടാമത്തെ പില്ലർ എന്ന് വെച്ചാൽ ഡു ആണ്. മൂന്നാമത്തെ പില്ലർ എന്ന് വെച്ചാൽ ടീച്ച് ആണ്. ഇപ്പോൾ അധികവും നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ലേണും ടീച്ചും ആണ്. നമ്മളെ ഗ്രൂപ്പിലൊക്കെ അധികം നടക്കുന്നതും ആദ്യം പഠിക്കുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഗ്രൂപ്പിലുള്ള പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ലേൺ ചെയ്യുക. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നല്ല രീതിയിലുള്ള പഠിപ്പുണ്ടാക്കി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഡു എന്ന പാർട്ടിലേക്ക് വരണം. നമ്മൾ ഡു ചെയ്യണം. നമ്മൾ ചെയ്യാതെ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു കാര്യം മനസ്സിലാക്കി മറ്റുള്ള ആളെ കൊണ്ട് ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ഒരു സംഭവം നമ്മൾ ചെയ്യണം. ലേൺ കഴിഞ്ഞാൽ നമ്മൾ ഡു ചെയ്യണം. ഡു ചെയ്ത് കഴിഞ്ഞാലാണ് ടീച്ചിലേക്ക് പോകേണ്ട ആവശ്യമുള്ളത്. കാരണം ഈ ഒരു സംഭവം നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു സർക്കിള് പോയിട്ടില്ലെങ്കിൽ നമ്മള് കെട്ടിപ്പൊക്കുന്ന ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, അതായത് നമ്മളിൽ നിന്ന് തുടങ്ങുന്നതാണ് നമ്മളെ ഇൻഡസ്ട്രി. കമ്പനിയും നമ്മൾ അപ്ലൈന്റെ ഇൻഡസ്ട്രി വേറെ ആയിരിക്കും. നമ്മളിൽ നിന്ന് തുടങ്ങുന്നതാണ് നമ്മളെ ബിസിനസ്. അപ്പൊ നമ്മളെ ബിസിനസ് ക്ലിയർ ആക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു 3 കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചിട്ടയോടുകൂടി ചെയ്യേണ്ട കാര്യം. ആദ്യം പഠിക്കുക, പിന്നെ നമ്മൾ പ്രവൃത്തിയിലേക്ക് വരിക, പിന്നെ അത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇത്രയാണ് ഈ ഒരു കാര്യങ്ങളുള്ളൂ. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, അവരെ ഒന്ന് പിന്നെയുള്ളത് ഒരു 3 പില്ലേഴ്സ് ആണ്. നോളജ്, ബിലീഫ്, ആക്ഷൻ. നോളജ് നമുക്ക് നിർബന്ധമാണ്. കാരണം നമ്മൾ ഈ ഒരു മേഖലയിൽ ആരോഗ്യ മേഖല, ഐസാറ് നമ്മളെ ഇന്ന് ഫസ്റ്റ് തന്നെ പരിചയപ്പെടുത്തിയ ആരോഗ്യ മേഖലയാണ് നമ്മൾ ഈ ഒരു സംഭവം ഉള്ളത്. കാരണം മാഗ്നറ്റിക് തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് നമുക്ക് നല്ലൊരു നോളജ് വേണം. കാരണം വെച്ചാല് നമുക്ക് നോളജ് ഇല്ലെങ്കിൽ നമ്മൾ അപ്ലൈനെയും കൂട്ടിയിട്ടാണ് ഈ ഒരു നോളജ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അത് അപ്ലൈന്റെ ഒരു ബിസിനസ്സായി മാറും.
നമ്മളെ ബിസിനസ് എപ്പോഴാണ് ആകുന്നത് വെച്ചാല് നമ്മൾ എപ്പോഴാണ് ഈ ഒരു നോളജ് ഉണ്ടാക്കി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആൾക്കാരിലേക്ക് പറയുന്നത്, അപ്പോൾ മാത്രമേ എന്താകുന്നുള്ളൂ നമ്മൾ ബിസിനസ് ആയിട്ട് മാറുന്നുള്ളൂ. അപ്പൊ കഴിയുന്നതും നമ്മൾ എന്ത് ചെയ്യുക, നോളജ് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുക. എന്നുവെച്ചാൽ ഏത് തരത്തിലൊക്കെ നോളജ് കിട്ടും അവിടെ നിന്നൊക്കെ നമ്മൾ ഈ നോളജ് കളക്ട് ചെയ്തിട്ട് നമ്മൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് നമ്മൾ സെൽഫായിട്ട് ചെയ്യുക. പിന്നെ നോളജ് നമുക്ക് അധികം ഉണ്ട്, നോളജ് ആയി കഴിഞ്ഞു നമുക്ക്. പിന്നെ ഇത് വേണ്ടത് വിശ്വാസമാണ്, ബിലീഫ്. നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരാളോട് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ്, നമ്മൾ ഈ ഒരു ബയോടോറത്തിന്റെ പ്രോഡക്റ്റ് 5 പ്രോഡക്റ്റ് ആണ് നമുക്ക് ബേസിക് ആയിട്ടുള്ളത്. ആ 5 പ്രോഡക്റ്റും 100% നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മൾ വാങ്ങിച്ച് നമ്മളെ വീട്ടിന്റെ കട്ടിന്റെ അടിയിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാരിലേക്ക് ഇത് പറഞ്ഞു നടക്കാൻ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അവർക്ക് നമ്മളെ ഈ ഒരു സംസാരത്തിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടാവും. അപ്പൊ 100% എന്ത് ചെയ്യുക, നമ്മളെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവും ആയി മാറുക. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്നുള്ള റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ള ആൾക്ക് പകർന്നു കൊടുക്കുക. കാരണം വെച്ചാൽ ഇതിൽ അധികം ആൾക്കാർ വന്നു ചിലപ്പം സ്വന്തമായിട്ട് എന്തെങ്കിലും അധികം ആൾക്കാർ ഇതിൽ വന്നിട്ടുണ്ടാവുക എന്തെങ്കിലും ഡിസീസുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന ഈ ഒരു അവസരം നമ്മളെ മുമ്പിൽ എത്തിയിട്ടുണ്ടാവുക. ഇല്ലെങ്കിൽ ഒന്നിക്ക് നമുക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലെ ആൾക്കാർക്ക് ഡിസീസ് ഉള്ളത് കൊണ്ടായിരിക്കും നമ്മളെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ അമ്മയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പൊ അമ്മയുടെ ഈ കാര്യങ്ങൾ മാത്രം. പക്ഷെ നമ്മൾ ഈ ഒരു സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഫസ്റ്റ് നമ്മളെ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു റിസ്റ്റ് ബാൻഡ്. ഈ ഒരു റിസ്റ്റ് ബാൻഡ് എനി ടൈം നമ്മളെ കയ്യിൽ വേണം. എന്നുവെച്ചാൽ കമ്പനി പറയുന്നത് ഒരു ദിവസം 5 മണിക്കൂർ കെട്ടാൻ വേണ്ടിയിട്ടാണ് കമ്പനി പറയുന്നത്. പക്ഷെ നമ്മളേതായ ബിസിനസിന്റെ രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കയ്യിൽ ഈ ഒരു സാധനം ഫുൾ ടൈം വേണം. എന്നുവെച്ചാൽ ഒന്ന് കുളിക്കുന്ന സമയത്ത് അയച്ചു വെക്കുക, രണ്ടാമത് ഉറങ്ങുന്ന സമയത്ത് അയച്ചു വെക്കുക എന്നതാണ് നമ്മൾ പറയുന്നത്. അതിന് ഇടയിലുള്ള എല്ലാ സമയത്തും നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു സാധനം നമ്മളെ കയ്യിൽ വേണം. ഈ ഒരു സാധനം കയ്യിലുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്നത് വെച്ചാല് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും, ഇതെന്താ നിങ്ങളെ കയ്യിൽ സാധനം. പക്ഷെ എന്റെ അനുഭവത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഒരാളെ ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഒരു പ്രോഡക്റ്റ്, അതായത് ഒരു ഡിസീസ് ഉള്ള ആളെ ഞാനിപ്പോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് നല്ല റിസൾട്ട് ആണ്. അദ്ദേഹം ഈ സൂമിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ചില സൂമിലൊക്കെ അദ്ദേഹം കയറാറുണ്ട്. അപ്പൊ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ ഈ കഴിഞ്ഞ ഓണത്തിന് എന്റെ ഫാമിലിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു ടെക്സ്റ്റൈൽസിൽ പോയി. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു, നമ്മൾ ബില്ലിംഗ് കൗണ്ടറിൽ പോയ സമയത്ത് എന്റെ കയ്യിൽ പൈസ കൊടുക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ ഈ ഒരു സാധനം ആ ഒരു കേസിലുള്ള ആള്, ആ ഒരു ഷോപ്പിന്റെ പാർട്ണർ ആയിട്ടുള്ള ഒരാൾ കണ്ടു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇതെന്താ നിങ്ങളെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം, വാച്ചാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വാച്ചല്ല, ഇതൊരു മാഗ്നറ്റ് തെറാപ്പിയായി ബന്ധപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്, വെൽനസ് ഉൽപ്പന്നമാണ്. അപ്പൊ എന്താണെന്നൊന്ന് പറഞ്ഞുതരാമെന്ന്. അപ്പൊ ജസ്റ്റ് ആ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. അദ്ദേഹം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ നമ്പർ തരികയാണെങ്കിൽ ഞാൻ നേരിട്ട് വന്നിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോ ഞാനീ അദ്ദേഹത്തിന് ഡെമോ അടക്കം കാണിച്ചു കൊടുത്തത് അദ്ദേഹത്തിന് ഭയങ്കര ഒരു വിശ്വാസം പോലെ തോന്നി. അത് ഇത് ഞാനീ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ സെയിൽസ് ഗേള് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെന്റെ അടുത്ത് ചോദിച്ചു, പറഞ്ഞു, എന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, ഈ അസുഖം അതിനെ കൊണ്ട് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ സാധനം അസുഖം മാറ്റാനുള്ള ഒരു മരുന്നോ ഒരു ഇതൊന്നുമല്ല, നമുക്ക് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാറ്റം വരാൻ വേണ്ടി സഹായിക്കും എന്ന് ഞാൻ പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മൾ അധികം ആൾക്കാരും പറയുന്ന ഒരു കമ്പനി പറയാത്തൊരു കാര്യമാണ്, ഇന്ന അസുഖത്തിന് ഇത് മാറുന്നു പറഞ്ഞിട്ട് നമ്മൾ ഒരു കാരണവശാൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മാർക്കറ്റിൽ കൊടുക്കാൻ പാടില്ല. എന്നുവെച്ചാൽ മാർക്കറ്റിൽ കൊടുത്തതിന്റെ പല അനുഭവങ്ങളും നമ്മളിപ്പോ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് പറയാൻ പറ്റുക എന്നുള്ള ഒരു വാക്ക് വെച്ചാല്, നിങ്ങൾ ഈ അസുഖത്തിലേക്ക് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു അവസരമായിട്ട് ഇത് ഉപയോഗിച്ചാൽ മതി എന്ന് മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ 100% നമ്മൾ എന്ത് ചെയ്യാൻ പറയാൻ പാടില്ല, ഈ ഒരു അസുഖം മാറും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഉൽപ്പന്നം നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് നമ്മളെ കമ്പനിയോടും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിനോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു മോശം അവസ്ഥ എന്ന് പറയാൻ പറ്റും. മനസ്സിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നിങ്ങൾ ഈ അസുഖത്തിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ള ഒരു കാര്യം മാത്രം അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പൊ അവർക്ക് എന്ത് ചെയ്തു, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി, ഞാനും ഐസാറുമാണ് പോയത് അവിടെ. അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു, അവർക്ക് പൈസ ഇല്ല എന്നുള്ള ഒരു പ്രശ്നം വന്നു. എന്നുവെച്ചാൽ അദ്ദേഹം ഏകദേശം 1.5 വർഷത്തോളം ട്രീറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പൈസയൊക്കെ ഏറെക്കുറെ പൈസയൊക്കെ പോയി കഴിഞ്ഞു. അപ്പൊ നമ്മളോട് പറഞ്ഞു, ഇപ്പൊ പൈസ ഇല്ല,
എനിക്ക് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ വിളിക്കുന്നുണ്ടാകും വെച്ചാൽ അദ്ദേഹം വളരെ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് തന്നെ അദ്ദേഹത്തിന് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഇതിൽ നിന്ന് മോചിതനാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അപ്പൊ ഒന്നും ദൈവത്തിന്റെ എന്തോന്നറിയില്ല, ആ സമയത്ത് അവിടെ അദ്ദേഹത്തിന്റെ കസിൻ ബ്രദർ വന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് പൈസ ഒരു പ്രശ്നമേ അല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോഡക്റ്റ് ഇന്ന് തന്നെ അല്ലെ നാളെ തന്നെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അന്ന് തന്നെ എന്ത് ചെയ്യുന്നു, അന്ന് വൈകുന്നേരം തന്നെ ഐസാറിന്റെ അക്കൗണ്ടിലേക്ക് അദ്ദേഹം അയച്ചു. നമ്മൾ എന്ത് ചെയ്യും, പിറ്റേ ദിവസം തന്നെ, അതായത് ഐസാറ് വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു പ്രോഡക്റ്റ് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം കോഴിക്കോട് പോയി പ്രോഡക്റ്റ് എടുത്തുന്നത് ഡയറക്റ്റ് അവിടെ എത്തി നമ്മൾ കൊടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തതിൽ നിന്നുള്ള റിസൾട്ട്, അപാരമായ റിസൾട്ടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന് നമ്മൾ സ്ട്രോക്ക് വന്ന ഒരാൾക്കാണ് കൊടുത്തത്, അദ്ദേഹത്തിന് സ്ട്രോക്ക് ആയിരുന്നു വന്നത്, അദ്ദേഹത്തിന് നല്ല റിസൾട്ടാണ് ഉണ്ടായത്. അപ്പോ അതേപോലെയാണ് നമ്മൾ ഈ ഒരു ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സാധനം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പല ആൾക്കാരും നമ്മളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതില് കൂടുതൽ ആൾക്കാർക്കും ഇതില് അനുഭവത്തിലുണ്ടാവും. ഇതിപ്പോ 179 പേരുണ്ട്. 179 പേർക്കും ഇത് കറക്റ്റായിട്ട് ചില അനുഭവങ്ങൾ അധികം ആൾക്കാരുടെ ഈ കയ്യിലുള്ള സാധനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അവരിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമായിരിക്കും ഈ ഒരു സംഭവം ചിലർക്ക് സെയിൽ നടക്കാണ്ട് പോയിട്ടുണ്ടാവുക. അത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു റിസ്റ്റ് ബാൻഡിന്റെ ഗുണം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് വളരെ 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 ഗുണമുണ്ട്. കാരണം വെച്ചാൽ നമ്മളെ കമ്പനി പറയുന്നത് പോലെ തന്നെ നമ്മളെ റിസ്റ്റിൽ കെട്ടി കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ മാത്രമല്ല നടക്കുക, നമ്മളുടെ ഈ ഒരു ബിസിനസിന്റെ ഗ്രോത്തും കൂടി ഇതിൽ നടക്കുന്നുണ്ടാവും. ഇത് കണ്ടിട്ടായിരിക്കും ആൾക്കാർ നമ്മൾ ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 100% നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരാളായി മാറുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെയുള്ളത് ബിലീഫ് എന്നുള്ളതാണ്, വിശ്വാസം. ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല. വിശ്വാസം ഇല്ലാത്തതിന്റെ പേരിൽ മാത്രമാണ് അധികം ആൾക്കാരും എന്ത് ചെയ്യുന്നില്ല, മറ്റുള്ള ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ മടിക്കുന്നതിന്റെ കാരണം. എന്നുവെച്ചാൽ നമ്മളിത് കൃത്യമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥ മാത്രം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നിൽക്കും. അച്ഛൻ നമ്മളെ കൂടെ അവരൊക്കെ പൈസ ഉണ്ടാക്കി, അതുകൊണ്ട് ഞാനും ഇതിൽ കൂടെ നിന്ന് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റ് ഒന്നും കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല, പക്ഷെ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ ഉണ്ട് താനും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോഡക്റ്റ് 100% എല്ലാ പ്രോഡക്റ്റും ഉപയോഗിച്ച് നമ്മൾക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു കാര്യം. എന്നുവെച്ചാൽ എനിക്ക് തന്നെ എൻ്റെ ഒരു ജസ്റ്റ് ഒരു അനുഭവം ഞാൻ ഇതിൽ പറയും. എനിക്ക് എൻ്റെ അടുത്ത് ഈ ഒരു അവസരം പറഞ്ഞു വന്ന ആള്, എനിക്ക് 1-2 ഡിസീസ് ഉണ്ടായിരുന്നു. ആ ഡിസീസ് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചത്. ഇതിൽ വരാൻ വേണ്ടി ഞാൻ ഒരു വർഷക്കാലം ഞാൻ സമയം എടുത്തു എന്നുള്ളതാണ്. അപ്പോ എനിക്ക് ഞാൻ അദ്ദേഹത്തിനോട് ആദ്യമേ പറഞ്ഞു, ഞാൻ ഈ ഒരു ബിസിനസ്സിലൊന്നും ഞാനില്ല. കൺസൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഞാനൊരു 10 വർഷത്തോളം ചെയ്തിട്ട് അതിന്റെ റോ ബാക്കുകളൊക്കെ ഞാൻ മനസ്സിലാക്കി ഞാൻ അതിൽ നിന്ന് മാറിയുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തിനെ വിട്ടുവിടാത്തത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഒരു പ്രോഡക്റ്റ് തന്നേക്കെന്ന് പറഞ്ഞിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ 100% ആ പ്രോഡക്റ്റ്, എന്തായാലും നമ്മൾ പൈസ കൊടുത്തതല്ലേ, അപ്പൊ 100% ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. എന്നെ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും, എന്റെ കയ്യിൽ എപ്പോഴും ഈ ഒരു വാട്ടർ എനർജി പേഡും ഉണ്ടാവും, വെള്ളം ഉണ്ടാവും, ഈ റിസ്റ്റ് ബാൻഡും എന്റെ കയ്യിൽ സ്ഥിരത ഉണ്ടാവും. എന്നെ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും അത്. അപ്പൊ എനിക്ക് അതിൽ കൂടെ കിട്ടിയ റിസൾട്ട്, അസിഡിറ്റി എന്ന് പറഞ്ഞ സാധനം എനിക്ക് 99.9% മാറി എന്നുള്ളതാണ്. ഓക്കെ, അതിൽ സ്റ്റോണിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, സ്റ്റോണും മാറി. അതെന്ന് വെച്ചാൽ ഈ വെള്ളം എന്ന് പറഞ്ഞ ഒരു അത്ഭുത ഔഷധം തന്നെ പറയാം. കാരണം വെച്ചാല് അതിനെക്കുറിച്ച് അതിലേക്കൊന്നും ഞാൻ ഇതിൽ പോകുന്നില്ല. ഇന്നത്തെ ടോപ്പിക് അതല്ല എന്റേത്. അപ്പോ അത്രയും മാത്രം വ്യത്യാസം ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളെ പ്രോഡക്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസമാണ്. വിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാലേ നമുക്കൊരു വിശ്വാസം വരും. ആ ഒരു ഉപയോഗിച്ചിട്ടുള്ള ഒരു വിശ്വാസമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മറ്റിലേക്ക് പറയണത്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ മുന്നിൽ നമ്മൾ പറയുന്ന ആളുകൾക്ക് മനസ്സിലാവും, ഇദ്ദേഹം ആർട്ടിഫിഷ്യലായിട്ട് പറയുന്നതാണ്, ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം ചിലപ്പോൾ നിങ്ങൾ ആദ്യം കൃത്യമായിട്ട് ഉപയോഗിക്കുക, എന്നിട്ട് എന്നോട് വന്ന് പറയൂ എന്നുള്ള പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മാറ്റം വരുത്തണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രോഡക്റ്റ് 100% ഒരു ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവായി ആദ്യം മാറുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെയുള്ളത് ആക്ഷൻ ആണ്. ആക്ഷൻ പാർട്ടില്ലെങ്കിൽ നമ്മൾ ഞാൻ ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ, അതായത് 4 ബേസിക്സും ഫസ്റ്റ് പറഞ്ഞ 3 പില്ലേഴ്സും നോളജും ബിലീഫും ഒക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. എല്ലാം ഉണ്ട്, നമ്മളെല്ലാം പഠിച്ച് തലയിൽ വെച്ചിട്ടുണ്ട്. എല്ലാം കാര്യങ്ങളൊക്കെ പഠിച്ചു,
നമ്മളെല്ലാം തലയിൽ വെച്ചു. പിന്നെ നമ്മൾ ആക്ഷൻ പാർട്ടിലേക്ക് വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ അറിവൊക്കെ വെച്ചിട്ട് നമ്മൾ വീട്ടിലിരിക്കുക. നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങണം. ഇറങ്ങി ഈ കാര്യങ്ങൾ നമ്മള് വായി എന്ന് പറയുന്ന സംഭവം, നമ്മളെ വായ എന്ന് പറയുന്ന സംഭവം ഒരു അപാര സംഭവം തന്നെയാണ്. നമ്മള് നല്ലതിലേക്ക് നയിക്കാനും നമുക്ക് ഇത് ഉപയോഗിക്കാം, ചീത്തയിലേക്ക് നയിക്കാനും നമ്മൾ ഇത് ഉപയോഗിക്കാം. നമ്മൾ ഈ നമ്മളെ ബിസിനസിന്റെ ഷട്ടർ എന്ന് പറയുന്നത് നമ്മൾ വായാണ്. നമ്മൾ വായ തുറക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആരും ഇതറിയാൻ പറ്റില്ല. നമ്മൾ വേറൊരാളോട് പറയാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കിത് മറ്റുള്ളവരിലേക്ക് അറിയാൻ പറ്റില്ല. നമ്മളിത് കയ്യിൽ കെട്ടുന്നത് എല്ലാം കെട്ടുന്നത്. നമ്മളോട് ഒരാൾ ചോദിക്കാം, നമ്മൾ ഇതെന്താ സാധനം, നമ്മൾ അനങ്ങുന്നില്ല, വായ മൂടിക്കെട്ടി ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അദ്ദേഹത്തിനൊന്നും അറിയാൻ പറ്റില്ല, നമ്മളെ കാര്യങ്ങൾ നടക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളെ ഷട്ടർ നമ്മൾ എന്ത് ചെയ്യണം, ദിവസം തുറക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, രാത്രി ഉറങ്ങാൻ സമയത്ത് അതൊന്ന് അടച്ചു വെക്കുക. സാധാരണ ബിസിനസ് പോലെ നമ്മൾ രാവിലെ നമ്മൾ എന്ത് ഷട്ടർ തുറക്കുക, അടച്ചു വെക്കുക. അത് കൃത്യമായിട്ടൊന്ന് നോക്കട്ടെ. ആക്ഷൻ പാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ നിരന്തരം ഒരു ദിവസം ഒരു പ്ലാനെങ്കിലും കാണിക്കണം എന്നാണ് നമ്മളെ സിസ്റ്റം പഠിപ്പിക്കുന്നത്. ആക്ച്വലി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് നമ്മള് ആൾക്കാർ നമ്മളെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മളെ വിഷയമല്ല. വരുത്തെല്ലാം നമ്മളെ കൂടെ ആൾക്കാർ വരുത്തൽ അവർക്ക് ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത്, സമയം അനുഗ്രഹിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹം ഇതിലേക്ക് വരും. എന്നുവെച്ചാൽ എന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. സംഭവം അവര് വരുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വരട്ടെ, നമ്മളെ കൂടെ ഇങ്ങോട്ട് അന്വേഷിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോ ആ ഒരു സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മളിത് ആൾക്കാരിലേക്ക് പ്ലാൻ എവറി ഡേ പ്ലാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാ പറയുന്നത്. കാരണം വെച്ചാൽ നമ്മളിപ്പം പ്ലാൻ കാണിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴായിരിക്കും നമ്മളെ കൂടെ ചില ആൾക്കാർ നമ്മളെ കൂടെ വരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ദിവസം പ്ലാൻ കാണിക്കണം. ഈ ആക്ഷൻ പാർട്ട് എന്ന് വെച്ചാൽ മെയിൻ പാർട്ടാണ് രമേശൻ മാഷ ഭാഷയിൽ. അതായത് ഫ്രീക്വൻസി, ഫീലിങ്സ്, തോട്ട്, ബിഹേവിയർ, ആക്ഷൻ. ഈ ഒരു ബാക്കി 3 കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുത്തു. പിന്നീട് നമ്മൾ ആക്ഷൻ പാർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല, നമ്മൾ ആ സമയമൊക്കെ വേസ്റ്റ് ആയിരിക്കും. കൂടാതെ നെറ്റ്വർക്കിൽ നമ്മൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മളെ മുന്നോട്ട് നയിക്കാനൊരു ഡ്രീംസ് വേണം, സ്വപ്നങ്ങൾ വേണം. സ്വപ്നങ്ങളില്ലെങ്കിൽ എന്താവൂല, നമ്മളിത് മുന്നോട്ട് പോകില്ല. നമുക്കൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് സ്വപ്നങ്ങൾ വെച്ചാൽ നമ്മൾ കോൺഷ്യസ് മൈൻഡിലുള്ള സ്വപ്നങ്ങളാണ് നമുക്കുള്ളത്. നമുക്കിപ്പോ നമ്മള് അയൽപക്കക്കാരനെടുക്ക ഒരു സാധനം കണ്ടു, അപ്പൊ നമുക്കും തോന്നും എനിക്കും ഒന്ന് അതുപോലത്തെ ഒരു സാധനം വേണം. ഇല്ല, അയൽപക്കക്കാരൻ ഒരു വീട് വെച്ചു, അപ്പൊ നമുക്കും അതിനെക്കാട്ടും വലിയൊരു വീട് വെക്കണം എന്നൊക്കെ നമുക്ക് എല്ലാവരും, അതായത് കോൺഷ്യസ് മൈൻഡിൽ വരുന്ന സംഭവമാണ്. അത് എല്ലാവർക്കും ഉണ്ട്, മനുഷ്യ സഹജമായ കാര്യമാണ് അത്. അത് എല്ലാവർക്കും വരുന്നതാണ്. അപ്പൊ കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു കാര്യം കുറച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത ഒരു കാര്യം വരുമ്പോൾ ഈ പഴയ കാര്യം അങ്ങ് മറന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊടുക്കാൻ പഠിക്കണം. അതൊരു പ്രാക്ടീസ് ആണ്, എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. കാരണം സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുത്ത ഒരു സ്വപ്നങ്ങൾ മാത്രമേ ഇന്ന് ഇതിലിരിക്കുന്ന എന്നെ കേൾക്കുന്ന 179 പേരും നേടിയിട്ടുണ്ടാവും. കാരണം വെച്ചാല് നമ്മളൊരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മളത് സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുത്തത് കൊണ്ടാണ് എന്തായത് നമ്മൾ ഇന്നൊരു വീട്ടിൽ താമസിക്കുന്നുണ്ടാവുക. അതായത് നമ്മളൊരു വാഹനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുത്തത് കൊണ്ടാണ്, അതിന്റെ കറക്റ്റ് പിക്ചർ കൊടുത്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക, നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടാവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡ്രീമിനെ കയറ്റി വിട്ടിട്ട് അതിനെ സ്റ്റിക്ക് ചെയ്യുക. അതായത് നമ്മളെ സ്വപ്നങ്ങളെ എഴുതി വെക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ നമ്മള് കോൺഷ്യസ് മൈൻഡിൽ നമ്മളിങ്ങനെ സ്വപ്നങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നുണ്ടാവും. സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഒരു സാധനം മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു സമയത്ത് ഫീഡ് ചെയ്യാൻ പറ്റും. നമ്മൾ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലാണ് മറ്റേതൊരു സംഭവം, വേറൊരു സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അത് നിങ്ങളെ ജീവിതത്തിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നമ്മൾ നേടിയിട്ടില്ല. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. അപ്പൊ വെച്ചാല് പറയാനുള്ളത്, നമ്മുടെ സ്വപ്നം കാണുക എന്നുള്ളതാണ്. അതായത് ഉദാഹരണത്തിന് നമ്മുടെ ധീരുഭായ് അംബാനിനെ നമുക്ക് എടുക്കാം. വലിയൊരു ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ സക്സസ്ഫുൾ ആയ ഒരു മനുഷ്യനാണ് ധീരുഭായ് അംബാനി എന്നുള്ളത്. കാരണം വെച്ചാല് നമ്മൾ എന്ത് ചെയ്യുക, അദ്ദേഹം യമൻ എന്ന അറബ് രാഷ്ട്രത്ത് ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്ന ഒരു ബോയി ആയിട്ടാണ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളെ പോലുള്ള ആളുകൾ എന്താ ചിന്തിക്കുക, ആ വെയിലത്ത് പെട്രോൾ അടിക്കുന്നതിന് നല്ല വണ്ടിയിലേക്ക് എന്തിനാണ് നിറച്ചു കൊടുക്കുന്നത് നല്ലത്, ആ കേബിനിൽ ഇരുന്ന് റൈറ്റ് ചെയ്യുന്ന ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് നമ്മൾ പല ആൾക്കാരും ചിന്തിക്കുക. പക്ഷെ അദ്ദേഹം ചിന്തിച്ചത്, അദ്ദേഹത്തിന്റെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ ഈ പെട്രോൾ ഇവിടെ എത്തുന്ന, അതായത് ആ പെട്രോൾ പമ്പിലേക്ക് എത്തുന്ന പെട്രോൾ ഉണ്ടാക്കുന്ന കമ്പനി ഒന്ന് ഉണ്ടാക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. ആ റിഫൈനറി സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്നുള്ള സ്വപ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു.
അദ്ദേഹം അത് സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുത്തു. അത് അദ്ദേഹം ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കുറച്ച് പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഓരോരോ സാധനങ്ങൾ തുടങ്ങിയിട്ടാണ് ഈ റിഫൈനറി ആവശ്യമായിട്ടുള്ള ഒരു ഇത് സംഭവം അവർ ചെയ്തിരുന്നു. ടെക്സ്റ്റൈൽസ് ബിസിനസ് തുടങ്ങിയിരുന്നു. ആ ടെക്സ്റ്റൈൽസ് ബിസിനസിന് വേണ്ടിയിട്ട് ബെൻസീൻ എന്ന് പറഞ്ഞ സംഭവം ക്ലിയർ ചെയ്യണമെങ്കിൽ റിഫൈനറി എന്ന് പറഞ്ഞ സ്ഥാനം അടുത്ത് വേണമായിരുന്നു. അതുകൊണ്ട് ആ റിഫൈനറി സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറി വന്ന സ്വപ്നമാണ്. കാരണം അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ അപ്പാട് കയറി വന്ന് റിഫൈനറി തുടങ്ങിയ ആളല്ല. അദ്ദേഹം അതിലേക്ക് എത്താൻ വേണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറി വന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഈ സ്വപ്നം കാണും, നമ്മൾ അച്ചീവ്, നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ കൂടെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് വലിയ വലിയ കാര്യത്തിലേക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു ഫാമിലി ബോണസ് കിട്ടിക്കഴിഞ്ഞാല് 6820 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ട നമ്മൾ സ്വപ്നങ്ങൾ ചെയ്യണം. നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് നേടിയെടുക്കുക ആദ്യം എന്നുള്ളതാണ്. നമ്മൾ ആ പൈസ കിട്ടി നമ്മൾ വേറെ രീതിയിൽ ചെലവായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആ ഡ്രീം ഫുൾഫിൽ ചെയ്യാത്ത ഒരു ഫീലിംഗ് വരും. അപ്പൊ നമുക്ക് അടുത്ത ഡ്രീം കാണാൻ പറ്റില്ല. നമുക്കിപ്പോ ഒരു 6820 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപയുടെ എന്തെങ്കിലും ചെറിയ സ്വപ്നങ്ങൾ നമ്മൾ കണ്ടെത്തുക, അത് നമ്മൾ ഈ ഒരു പൈസ കൊണ്ട് നേടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത വലിയ സ്വപ്നത്തിലേക്ക് പോവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അടുത്ത വലിയ ഫാമിലി ബോണസും ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഡ്രീമിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേടിയെടുക്കുകയും കൂടി. വെറുതെ ഡ്രീം നമ്മൾ എഴുതി വെച്ച് പോയാൽ പോരാ, നമ്മൾ അത് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നേടിയെടുക്കണം. എങ്കിലേ നമ്മുടെ മനസ്സിനൊരു കോൺഫിഡൻസ് കിട്ടും. ഞാൻ ഈ ഒരു ചെറിയ കാര്യം നേടിയെടുത്തു, ഇനിയിപ്പോ ആദ്യം വലിയൊരു കാര്യത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് മനസ്സിന് നമുക്ക് തരണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കണം. പിന്നെ നമ്മൾ ചെയ്യണത്, നമ്മൾ ഡ്രീംസ് ഒക്കെ എഴുതി വെച്ച് നമ്മൾ അത് ലക്ഷ്യമായിട്ട് മാറ്റാം. പിന്നെ ഗോള് വേണം നമുക്ക്. അതായത് നമ്മളെ ലക്ഷ്യം ഗോളായി മാറുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു ടൈം ബൗണ്ട് വെക്കണം. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ടൈം ബൗണ്ട് ഇല്ലാണ്ട് നേടിയെടുത്തെങ്കിൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങളിൽ സ്വപ്നങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ടൈം ബൗണ്ട് വെക്കണം. അതായത് നമ്മളൊരു ടൈം വെച്ചിട്ടില്ലെങ്കിൽ നമ്മളൊരു 6 മാസം കൊണ്ടോ അല്ലെ 1 വർഷം കൊണ്ടോ ഞാൻ നേടുന്നുള്ളതാണെങ്കിൽ നമ്മൾ സമയമൊന്നും വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് നേടാൻ സാധിക്കുന്നുണ്ടാവില്ല എന്നുള്ള. എന്നുവെച്ചാൽ ഇതിലിപ്പം നമ്മള് കുറച്ച് 170 ആൾക്കാരുണ്ടല്ലോ, നമ്മൾ അധികം ആൾക്കാരും ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടോ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞു നമ്മളൊന്നും, ഈവൻ ഞാനടക്കം മാറേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതെല്ലാ ക്ലാസ്സുകളിലും പറയുന്നതാണ്, പല പല ക്ലാസ്സുകളിലും നമ്മൾ കേൾക്കുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് വെക്കണം, ഡ്രീം എഴുതി വെക്കണം, നമ്മളെ ഡ്രീമിന് ഒരു സമയപരിധി വെക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. എത്ര ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ആരെയും വിഷമിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടി പറയുന്നതല്ല, ഈവൻ ഞാനടക്കം അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. മനസ്സിലായി, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ സ്വപ്നത്തിലേക്ക് നമുക്ക് നടന്നെത്താൻ പറ്റൂ. പ്രതിസന്ധികളും പല ഘട്ടങ്ങളും നമ്മളെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോയിരിക്കാം. നമ്മൾ തളർത്താനും ഒക്കെ ആളുകൾ നമ്മളെ മാർക്കറ്റിൽ ഉണ്ടാവാം. അപ്പൊ പക്ഷെ നമ്മളെ ലക്ഷ്യവും നമ്മളെ ഗോളും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹവും ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാലും അവിടെ എത്തിപ്പെടുന്നുണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ടിപ്സ് പറയാം. നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതായ കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ വർക്ക് ഹാർഡ് വർക്ക് ചെയ്യാം. എന്നുവെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാർ മാത്രമേ ഇന്ന് ലോകത്ത് എന്തെങ്കിലും നേടിയിട്ടുള്ളൂ. എന്നുവെച്ചാൽ നമ്മളെ സ്മാർട്ട് വർക്കിന്റെ കൂടെ ഹാർഡ് വർക്ക് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, 2 or 3 പ്ലാൻ കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കാണിക്കണം. നമുക്ക് ഒരു പ്ലാന് നമ്മളിപ്പോ കോഴിക്കോടാണെങ്കിൽ മറ്റേ ആൾ കാണാൻ പോകുന്നത് കണ്ണൂരായിരിക്കും. അതൊരു വർക്ക് ഹാർഡാണ് നമുക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യോ, ഇന്ന് കോഴിക്കോടല്ലേ, അവിടത്തേക്ക് ഇത്രക്കായ ദൂരം ഉണ്ടല്ലോ, അതുകൊണ്ട് അവിടെ പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളത് അതൊരു നമ്മൾ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ലേസിനെസ്സിലേക്ക് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ഹാർഡ് എന്നുള്ള ഒരു സിസ്റ്റം അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ന് കോഴിക്കോട് പ്ലാൻ കാണിച്ചു, എനിക്ക് ഇനിയിപ്പോ കണ്ണൂരാണുള്ളത്, യെസ് ഞാൻ അവിടെ എത്തുന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുക. അപ്പൊ നമ്മൾ വർക്ക് ഹാർഡായി. അപ്പൊ നമ്മൾ ഇന്നൊരു പ്രോഡക്റ്റ് ഒരാൾക്ക് കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചു. അപ്പൊ കുറച്ച് ദൂരെയുള്ള ആളാണ്, അപ്പൊ നമുക്ക് ഇന്ന് അടക്കട്ടെ, ആ വഴിക്ക് പോകുമ്പോൾ അവിടെ കൊടുക്കാമെന്ന് കരുതിയാൽ കഴിഞ്ഞാൽ അത് നമുക്ക് ലേസിനെസ്സിലേക്ക് പോകും. അപ്പൊ നമ്മൾ ആ രീതിയിൽ നമ്മൾ ആ ഒരു വർക്ക് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഹാർഡ് വർക്കാണ്. ആ രീതിയിലുള്ള ഹാർഡ് വർക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ശാരീരികമായിട്ട് കഠിനാധ്വാനമല്ല ഞാൻ ഈ ഒരു വർക്കിൽ ഉദ്ദേശിച്ചത്. സ്മാർട്ട് വർക്കിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യുക, ഹാർഡ് വർക്കിലേക്ക് ഒന്ന് ജസ്റ്റ് കൺവേർട്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡ്രസ് കോഡ് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമുക്ക് 1 or 2 ജോഡി ഡ്രസ്സാണ് ഉള്ളതെങ്കിൽ കുഴപ്പമില്ല. കുറെ ഡ്രസ്സൊന്നും എല്ലാവരും വാങ്ങിച്ചു വെക്കണം എന്നില്ല. അതായത് 30 ദിവസം ഇടാൻ 30 ഡ്രസ്സൊന്നും ആവശ്യമൊന്നുമില്ല. ആ ഉള്ള ഡ്രസ്സ് നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോരുത്തരുടെ മുമ്പിലേക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. നമ്മളെ തന്നെ എക്സിക്യൂട്ടീവ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം
നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളെ കേൾക്കുന്ന ആള്, നമ്മൾ മുമ്പിൽ ഇരിക്കുന്ന ആള് നമ്മളെ മനസ്സിലാക്കാൻ അദ്ദേഹം മനസ്സ് കാണിക്കുന്നതാണ്. മൂന്നാമതായത് ഭക്ഷണം, ഈറ്റ്. ഭക്ഷണം നമ്മൾ കണ്ടമാനം വാരി വലിച്ച് കഴിക്കാതെ വളരെ കൃത്യതയോടുകൂടി, നമ്മൾ ഹെൽത്ത് ക്ലാസ്സിൽ പഠിക്കുന്നത് വെച്ചാല്, ഞാൻ ലാസ്റ്റ് ഭാഗം ചെറിയൊരു ഭാഗം ഐസാറ് പറഞ്ഞ ചെറിയൊരു ഭാഗം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നുവെച്ചാൽ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. അതായത് പോഷകങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസും വർക്ക് ചെയ്യണമെങ്കിൽ പലതരം പോഷകങ്ങൾ ആവശ്യമുണ്ട്. അതിനുവേണ്ടി മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക. അതായത് മിതയോഗി യോഗി, അമിതഭോഗി രോഗി എന്ന് പറയുന്നുണ്ട്. അതായത് മിതമായിട്ട് കഴിക്കുന്ന ആൾക്കാർ യോഗിയും, അമിതമായിട്ട് കഴിക്കുന്ന ആൾക്കാർ രോഗിയായിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമ്മള് അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ടാൽക്ക് സംസാരം എന്ത് ചെയ്യുക, നമ്മൾ ഓവറായിട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാല് നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ അടുക്ക് ഇറക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ മുമ്പിലിരിക്കുന്ന ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തുമായിട്ട് സംസാരിക്കുക. നമുക്ക് ലോക കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ ഈ ഒരു കാര്യമൊന്നും അദ്ദേഹത്തിന്റെ അടുത്ത് ആവശ്യമില്ല. കാരണം വെച്ചാല് പല ക്ലോസിങ്ങും നഷ്ടപ്പെട്ടു പോയത് നമ്മൾ പല അന്താരാഷ്ട്ര കാര്യങ്ങളും അതും ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് നമ്മളിങ്ങ് വരും. പക്ഷെ നമ്മൾ എന്തിനാ അവിടെ പോയെന്നുള്ള കാര്യം നമ്മളോട് മറന്നുകൊണ്ടാവും. നമ്മൾ സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ നമ്മൾ മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ട് നമ്മളാണ് തിരിച്ചു കൊണ്ടത്. പിന്നീട് വഴിക്കത്തില്ല, നമ്മളിത് ക്ലോസ് ചെയ്തിട്ടില്ലാലോ എന്ന് പിന്നീടാണ് നമുക്ക് തോന്നുക. അപ്പൊ നമ്മളെ കാര്യം എന്തിനാണ് ഒരു വീട്ടിൽ പോയത്, ഫോളോ അപ്പിന് പോയത് എന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക. എന്നിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുക. പിന്നീട് സ്റ്റേ, അതായത് നമ്മൾ സ്റ്റേ ഹമ്പിൾ ആയിരിക്കണം എന്നാ പറയുന്നത്. നമ്മൾ ഇതിൽ നിന്നുകൊണ്ടേ ഇരിക്കുക. നമുക്ക് ഈ ഒരു ബിസിനസ്, ഏതൊരു സംഭവം നമ്മളെ ഈ ബയോട്ടോറിയം ബിസിനസ് ഇപ്പൊ ടേക്ക് ഓഫിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത്, റൺവേയിൽ ഇങ്ങനെ ജസ്റ്റ് പൊന്തിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ ഇത് പൊന്താൻ കിടക്കുകയാണ്. മേലോട്ട് ആട്ടോ പൈലറ്റ് എന്നുള്ള സിസ്റ്റത്തിലേക്കല്ലേ എത്താൻ പോകണം. അവിടെ നിന്ന് എത്തിയിട്ടില്ല. അപ്പൊ അവിടെയൊക്കെ ഈ ഒരു ബിസിനസ് എത്താൻ പോകണം. അതുവരെ നമുക്ക് ക്ഷമയുണ്ടാണ്, സ്റ്റേ ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ആൾക്കാർ വിട്ടുപോയിട്ടുണ്ട്. നമ്മളെ കൂടെ നിന്ന് കുറച്ച് ആൾക്കാർ ലീഡേഴ്സും കുറച്ച് ആൾക്കാരും വിട്ടുപോയിട്ടുണ്ട്. അവർക്കൊക്കെ എന്തോ അവർ ആ സമയത്ത് എന്തൊക്കെയോ കിട്ടണം പ്രതീക്ഷിച്ചു, അവർക്ക് അത് കിട്ടി, അവർ പോയി. പക്ഷെ ഈ ഒരു കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കുക, കമ്പനിയിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, കമ്പനി ഏത് രീതിയിൽ ഇനി മൂവ് ചെയ്യാനും പറ്റുന്ന. അതിൽ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, നമ്മുടെ MD സഗർ കുമാർ ജോഷി, അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വിഷനും വലിയൊരു വിഷനാണ്. ആ ഒരു വിഷൻ അദ്ദേഹത്തിനുണ്ട്. നമുക്ക് ആർക്കും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ട്. ആ ഒരു വിഷൻ എന്ത് തന്നെയാലും അദ്ദേഹം അവിടെ എത്തിക്കുന്നതാണ്. പക്ഷെ അതിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ അവിടെ നിന്നുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് നിൽക്കുക എന്നുള്ളതാണ്. സ്റ്റേ ഹമ്പിൾ. അപ്പോ അത് കാര്യങ്ങൾ പഠിക്കുക, നിൽക്കുക എന്നുള്ളത്. കാരണം വെച്ചാൽ ഒത്തിരി പ്രോഡക്ട്സുകൾ നമുക്ക് ഇനിയിപ്പം വരാൻ കിടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹെൽത്ത് പ്രോഡക്റ്റുകൾ ഒരുപാട്, ന്യൂട്രാസ്യൂട്ടിക്കലിൽ ഒരുപാട് പ്രോഡക്ട്സുകൾ വരാൻ കിടക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം ഒറ്റയടിക്ക് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. എല്ലാം ഘട്ടമായിട്ടാണ് അദ്ദേഹം ഈ ഒരു നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ടാവുക. ഓക്കെ, അതായത് നമ്മൾ അവോയ്ഡ് ഡ്രാമ. നമ്മൾ കഥകൾ മെനഞ്ഞിട്ട് ആളുകളിലേക്ക് പറയാൻ പാടില്ല. നമ്മൾ കൃത്യമായിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പറയാൻ പാടുള്ളൂ. നമ്മളൊരു കഥ മെനഞ്ഞ് നമ്മൾ ഒരാളോട് ഒരു കാര്യവും പറയാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചേസ് ചെയ്യണം. നമ്മളെ ഗോളിനെ നമ്മൾ എന്ത് ചെയ്യണം, ചേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഗോളിനെ മുറുകെ പിടിക്കുക, അതിനെ ചേസ് അതായത് നമ്മൾക്കിപ്പോ ക്രിക്കറ്റ് കാണുന്ന ആളാണെന്ന് കുറച്ച് ആൾക്കാർക്ക് ക്രിക്കറ്റ് എന്താണെന്ന് അറിയാൻ പറ്റും, ചില ആൾക്കാർ കാണുന്ന ആളായിരിക്കും. അതേസമയം നമ്മളുള്ളത് എന്ന് വെച്ചാല് ക്രിക്കറ്റ് നമ്മൾക്ക് ഇന്ത്യയും പാകിസ്ഥാനാണെന്ന് കളിക്കുന്നെന്ന് വരിക. അപ്പൊ എന്ത് ചെയ്യുക, പാകിസ്ഥാൻ 250 റൺ എടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പിന്നെയാണ് ബാറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഗോളിൽ, ആ ഒരു റണ്ണിലേക്ക് ചേസ് ചെയ്യുന്നത് ഒരു ഭയങ്കര ഹരമുള്ള കാര്യമാണ്. അല്ല, ക്രിക്കറ്റിൽ അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, നമ്മൾക്ക് ഇത്ര റണ്ണ് വേണം, ഇത്ര ബോളേ ബാക്കിയുള്ളൂ എന്നുള്ള ഒരു അവസരം വന്ന കളികളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അവസരത്തിൽ നമുക്കുണ്ടാകുന്ന ആ ഒരു രോമാഞ്ചം എന്നാ പറയാ, കാണിച്ചാല് 6 ബോളേ ഉള്ളൂ, ഇത്ര റണ്ണ് വേണമെന്നുള്ളത്. കാണിച്ചാല് ആ ഒരു സമയത്തുണ്ടാകുന്ന ആവേശം പോലെ ആയിരിക്കണം നമ്മളെ ഗോളിലേക്ക് നമ്മൾ അത് നമ്മൾ ചേസ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മള് കാര്യങ്ങളിലേക്ക് കൂടുതൽ സ്മൂത്ത് ആയിട്ട് പോകുന്നത്. അതായത് പിന്നീടുള്ളത് ധൈര്യത്തോടെ സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏതൊരാൾക്കാരോട് ധൈര്യത്തോടു കൂടി സംസാരിക്കണം. നമ്മളെ മനസ്സിൽ ഫിയർ ഉണ്ടാകാൻ പാടില്ല, ഒരു പേടി ഉണ്ടാകാൻ പാടില്ല. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയി,
അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കണം ധൈര്യത്തോടു കൂടി. യെസ്, ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇതിൽ കൂടി ഈ ചെറിയതായിട്ടുള്ള വരുമാനം ഞാൻ നേടുന്നുണ്ട്, ഈ ഇത്തരത്തിലുള്ള റിസൾട്ട് എനിക്കും എന്റെ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ധൈര്യത്തോടു കൂടി അവരോട് പറയാൻ സാധിക്കണം. പിന്നീട് നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. നമ്മൾ ആളുകളെ ബഹുമാനിക്കണം. നമ്മൾ അപ്ലയൻസിനെ ആയാലും ബഹുമാനിക്കാൻ പഠിക്കണം. നമ്മളെ കൂടെ വരുന്ന അസോസിയേറ്റിനെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, ബഹുമാനിക്കാൻ പഠിക്കണം. എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ കുട്ടിയാണെങ്കിൽ പോലും നമ്മളെ പ്രായത്തിൽ കുറഞ്ഞ ആൾക്കാരായിരിക്കും ചിലപ്പോ നമ്മളെ അപ്ലൈൻ ആയിട്ടുണ്ടാവുക. അപ്പൊ അവരെ നമ്മൾ ബഹുമാനിക്കണം. അതേസമയം നമ്മള് പ്രായത്തിൽ കുറഞ്ഞ ആൾക്കാരായിരിക്കും നമ്മൾ ഡൗൺ ലൈനായിട്ട് വരുന്നത്. അപ്പൊ അവരെയും നമ്മൾ എന്ത് ചെയ്യണം, ബഹുമാനിക്കാൻ പഠിക്കണം. കൃത്യമായിട്ട് പറഞ്ഞാൽ എല്ലാ ബഹുമാനം കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങോട്ട് ബഹുമാനം കിട്ടുന്നുണ്ടാവും. ചില ആൾക്കാർ പറയും എന്നെ ബഹുമാനിക്കുന്നില്ല, നമ്മൾ ആദ്യം അങ്ങോട്ട് കൊടുക്കണം, എങ്കിലേ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അതൊന്ന് കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും പുഞ്ചിരിച്ചൊരു മുഖമായിട്ട് നമ്മൾ ഇരിക്കണം. പുഞ്ചിരിയുടെ കാര്യം എന്ന് വെച്ചാല് നമുക്ക് മസിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടി നമ്മൾ ചിരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ശരീരത്തിന്റെ 10 ഞരമ്പുകള്, അത് വെയിൻസുകൾ നമുക്ക്, അതായത് നമ്മുടെ മുഖം ഇങ്ങനെ ഒന്ന് ചിരിക്കാതെ നിൽക്കണമെങ്കിൽ ആവശ്യമെങ്കിൽ നമുക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട് ആകെ 3 ഞരമ്പുകൾ ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് എന്താ വേണ്ടത്, മസിൽ പിടിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുറെ സംഭവങ്ങൾ വേണ്ടി വരും. നമ്മൾ ചിരിക്കുകയാണെങ്കിൽ നമുക്ക് 3 ഞരമ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചിരിക്കാൻ പറ്റും, നമ്മളെ സ്ട്രെസ് കുറക്കാൻ പറ്റും. പിന്നെ സത്യം മാത്രം നമ്മൾ പറയുക. നമ്മൾ ഇല്ലാത്ത ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അത് നമ്മളെ ജീവിതത്തിലായാലും നമ്മളെ ഈ ഒരു ബിസിനസിന്റെ കാര്യത്തിലായാലും. നമ്മളിപ്പോ പ്രോഡക്റ്റ് ഉപയോഗിച്ച് മാത്രം പറയാം, നമുക്ക് കിട്ടിയ റിസൾട്ട് മാത്രം പറയുക. എന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളോട് ഞാൻ പറഞ്ഞു, അവര് അവരുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അവർക്ക് പുറത്തൊന്നും പോകാൻ പറ്റൂലെങ്കിലും അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായ റിസൾട്ട് മാത്രം പറയുക, ഒന്നും നമുക്ക് കിട്ടാത്ത റിസൾട്ട് ഒന്നും തന്നെ പറയാൻ പാടില്ല. കാരണം വെച്ചാല് ചിലപ്പോ നമ്മള് ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. ചിലപ്പോ ഇത് ഈ ഒരു സംഭവം ഉപയോഗിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൽ നിങ്ങൾ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊന്നും നടന്നിട്ടാലോ എന്നുള്ളത്, അങ്ങനെയുള്ള ഫീഡ്ബാക്കുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കണം. പല പല സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ദൈനംദിന ജീവിതത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പെരുമാറാൻ പഠിക്കണം. പിന്നെ നമ്മൾ ആത്മവിശ്വാസം നമ്മൾ എന്ത് ചെയ്യാൻ കൂട്ടണം. നമുക്ക് ആത്മവിശ്വാസം എങ്ങനെ കൂടുക, നമ്മളൊരു കാര്യം ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ആത്മവിശ്വാസം കൂടുക. ഇപ്പൊ ഞാനൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചില കാര്യങ്ങൾ നമ്മള് പുതിയ പ്രോസ്പെക്റ്റിനോട് അദ്ദേഹം പറയുക, നമ്മളിതാ ഇന്ന ദിവസം നമ്മൾ ഒരു കോഴിക്കോട് BOPക്ക് വരണം എന്ന് അദ്ദേഹം വരാന്ന് പറഞ്ഞാൽ നമുക്കൊരു ആത്മവിശ്വാസം, അന്നേരം നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ഒരാൾ വിളിച്ച് അദ്ദേഹം വരുന്നുണ്ട് എന്നുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവും. അതേപോലെ നമുക്ക് ആത്മവിശ്വാസം കൂട്ടണം. പിന്നെ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക. അത് ഞാൻ മുന്നേ പറഞ്ഞ കാര്യമാണ്. എല്ലാ കാര്യത്തിലും അറിവുണ്ടാക്കുക. അതും ഞാൻ പറഞ്ഞ കാര്യം. നിരീക്ഷണ പാഠവും വേണം നമുക്ക്. എല്ലാവരും നിരീക്ഷണ മാനസികാവസ്ഥയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിൽക്കണം. അച്ഛൻ ഈ പ്രൊഡക്ട്സിനെ കുറിച്ചായിട്ടും പല പല നിരീക്ഷണങ്ങളും നടത്തണം. അതേപോലെ നമ്മൾ ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ചിട്ട് പല പല നിരീക്ഷണങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. എങ്കിലേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. പിന്നെ സ്വയം നമ്മൾ ഇഷ്ടപ്പെടണം. നമ്മൾ സ്വയം നമ്മളെ ആദ്യം ഇഷ്ടപ്പെടുക, നമ്മളെ കൂടെ വന്ന അപ്ലൈൻ ഇഷ്ടപ്പെടുക, നമ്മളെ കൂടെ വന്ന ഡൗൺലൈൻ ഇഷ്ടപ്പെടുക. അച്ഛൻ നമ്മളെ കൂടെ വന്ന ഡൗൺലൈന് നമ്മളെക്കാട്ട് ഉയരത്തിൽ എത്തുന്നത് നമുക്ക് അഭിമാനമാണ്. അപ്പൊ അവര് നല്ല രീതിയിൽ എത്തുക എന്നുള്ളത് അവരെ ആ രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുക. പിന്നെ നന്ദി ഉണ്ടാവുക, അതായത് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നന്ദി പറഞ്ഞിട്ടില്ലേ. കാരണം നമ്മളിപ്പോ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു നമ്മള് രമേശൻ മാഷ ഇതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ട് പഠിക്കുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ചില കാര്യങ്ങളിലാണ് താങ്ക് യു എന്ന് പറയുന്നത്. നമ്മൾ ഏത് കാര്യത്തിൽ നമ്മൾ താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മനസ്സ് ആ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് എല്ലാം നമ്മളെ യൂണിവേഴ്സൽ നമ്മൾക്ക് അനുകൂലമാക്കിയിട്ട് എല്ലാം തരുന്നുള്ളതാണ് പറയുന്നത്. പിന്നീടുള്ള സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് പഠിക്കണം. മെയിൻ പാർട്ടാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ മെയിൻ പാർട്ടാണ് നമ്മള് മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന സംഭവം. ഇല്ലെങ്കിൽ മണി മാനേജ്മെന്റ് ഇല്ലെങ്കിൽ നമ്മളെ ബിസിനസ് ഫ്ലോപ്പ് ആയി പോകും. നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും കാര്യമില്ല. വലിയൊരു നമ്മളൊരു പാല് തിളപ്പിച്ചിട്ട് വെച്ച് അതിന്റെ ഒരു തുള്ളി തൈരോ അല്ലെ മോരോ ഒഴിച്ച് ആ പാല് കംപ്ലീറ്റ് എന്താകുന്നുണ്ടാവും, നഷ്ടപ്പെട്ടുകൊണ്ടാവും. അതുപോലെയാണ് നമ്മൾ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് നമ്മളൊരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഫൈനാൻഷ്യൽ എന്തെങ്കിലും ഇഷ്യൂസ് നമ്മുടെ ടീമിൽ ഉണ്ടെങ്കിൽ ആ ടീം കംപ്ലീറ്റ് നശിച്ചു പോകുന്നുണ്ടാവും. അതുകൊണ്ട് അതെല്ലാ ആൾക്കാരും ഒന്ന് ശ്രദ്ധിക്കുക. ദിവസവും വായിക്കുക എന്നുള്ളതാണ്. ദിവസവും വായനയിൽ കൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അത് നമ്മള് വാക്കുകൾ ഇടതടവില്ലാതെ സംസാരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നല്ല ബുക്സ് വായിക്കണം. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അത് ബുക്ക് വായിക്കുന്നതിന്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ലോകത്ത് നടന്ന ഒരു സംഭവം തന്നെയാണ്.
ഒരു വ്യക്തി ഡസ്റ്റർ യാഗർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു ബാറില് മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ബോയ് ആയിട്ടാണ് അദ്ദേഹം ജോലി തുടങ്ങുന്നത്. അദ്ദേഹം പല പല ജോലികളും ചെയ്തു. അദ്ദേഹം എല്ലാത്തിൽ നിന്നും പരാജയപ്പെട്ടു എന്ന് വെച്ചാൽ അദ്ദേഹം അതിൽ നിന്ന് വിജയിക്കാൻ സാധിച്ചില്ല. അപ്പൊ അദ്ദേഹം സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്താണ് ദി മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന ബുക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുന്നത്. അദ്ദേഹം ആ ബുക്ക് വായിച്ചു. അദ്ദേഹത്തിന് ആ ഒരു കാര്യങ്ങൾ ഉൾക്കൊണ്ട് അദ്ദേഹം അതുമായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹം ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്തു. അദ്ദേഹം ഒരു കഴിഞ്ഞ 5 വർഷം മുന്നേ മരിച്ചുപോയി. അദ്ദേഹത്തിന് 5 ഫ്ലൈറ്റ് ഉണ്ട്, സ്വന്തമായിട്ട് 5 ഫ്ലൈറ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ വീട് കിടക്കുന്നത് 15 ഏക്കർ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീട് കിടക്കുന്നത്. നമുക്കൊക്കെ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സ്ഥലത്തുള്ള ഇതാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ നെറ്റിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഡസ്റ്റർ യാഗർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാവും. അദ്ദേഹത്തിന് ഞാൻ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന് ഹസ്തദാനം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഓക്കെ, അപ്പോ നമ്മൾ ബുക്കിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകം വീരികൾക്കുള്ളതല്ല. ഓടിക്കളയാൻ നോക്കണ്ട ആരും. ഓടിക്കളയാന്ന് വെച്ചാൽ വിട്ടുകൊണ്ട ആരും ഓടിക്കണ. വിജയത്തിന്റെയും പരാജയത്തിന്റെയും കഥ നമ്മൾ മറന്നേക്കും. നമ്മൾ വിജയത്തിന്റെയും പരാജയത്തിന്റെയും കഥ നമ്മൾ ലക്ഷ്യത്തിൽ എത്തുന്നവരെ നിൽക്കാതെ പൊരുതുക. അതായത് നമുക്ക് ലക്ഷ്യത്തിൽ എത്തുന്നവരെ നിൽക്കാതെ, നമ്മളെ പുറത്തുനിന്ന് ഇത് ചെയ്യാൻ കൂടുതൽ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളെ സഹായിക്കാൻ ഒറ്റൊരു വ്യക്തിയെ ഉണ്ടാവും. അതായത് നമ്മളും ഈശ്വരനും മാത്രമേ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാൻ കൂടെ ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞതല്ല, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്. അപ്പൊ എനിക്കിപ്പോ കുറച്ച് ജസ്റ്റ് ഒരു കാര്യം പറയാം. 7:01 കഴിഞ്ഞു. അപ്പൊ ഞാൻ ന്യൂട്രീഷന്റെ കാര്യത്തിനെ കുറിച്ച് ഒന്ന് പറയാം. അതായത് നമുക്ക് വേണ്ടത്, ഒരു ദൈനംദിന ജീവിതത്തിൽ വേണ്ടത് മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ആണ്. ഓക്കെ, ഞാൻ ഇതില് എഴുതി വെച്ചിട്ടുണ്ട്, കാണുമെന്നറിയില്ല. എന്തുകൊണ്ടാണ് ഈ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും എന്നും പറയുന്നത് വെച്ചാൽ എല്ലാം പോഷകങ്ങൾ തന്നെയാണ്. അപ്പൊ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഒന്നും ഞാൻ പറയാൻ കാരണം വെച്ചാല്, നമുക്ക് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ അളവിൽ വേണ്ടതിനെയാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കുറഞ്ഞ അളവിൽ വേണ്ടതിനെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മാക്രോ ന്യൂട്രിയൻസിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാല്, ഒന്നാമത്തേത് വേണ്ടത് വെള്ളമാണ് വേണ്ടത്. രണ്ടാമത്തേത് വേണ്ടത് കാർബോഹൈഡ്രേറ്റ്. മൂന്നാമത്തേത് ഫാറ്റ്. നാലാമത്തേത് ഈ അടുത്ത കാലത്ത് വന്നതാണ് ഫൈബർ എന്ന് പറഞ്ഞ സാധനം. അത് വെള്ളം എത്ര വേണമെന്നുള്ളത് നമുക്ക് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം. ഓരോരുത്തരെ 20 കിലോ ഉള്ള ആളുകൾക്ക് ഒരു 1 ലിറ്റർ വെള്ളം നമുക്ക് ശരീരത്തിന് അത്യാവശ്യമാണ്. അത് ശരീരത്തിലെ പല പല പ്രവർത്തനങ്ങൾക്കും ഈ വെള്ളം നിർബന്ധം. കൂടുതൽ പോകുന്നില്ല, വേറൊരു അവസരത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ടാവും. രണ്ടാമത്തത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഓരോരുത്തരുടേതായ ജോലിക്ക് ആവശ്യമായ കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അതിന്റെ അളവും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. കഴിവതും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്റെ ഒരു റിക്വസ്റ്റ് കൂടിയാണ്, നമുക്ക് എനർജി, കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എനർജിയാണ്. എനർജി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഉള്ള സമയത്താണ്, നമുക്ക് ലൈവിലുള്ള സമയത്താണ് നമുക്ക് കാർബോഹൈഡ്രേറ്റിന്റെ ആവശ്യമുള്ളത്. അതായത് നമ്മളിങ്ങനെ ഒരു രാവിലെ ഉണരുന്നു, ഉറങ്ങുന്നത് വരെയുള്ള സമയത്തിനുള്ളിലുള്ള ആളാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ്. അതായത് രാത്രി കാലങ്ങളിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ഉറങ്ങുന്ന സമയത്ത് എനർജീന്റെ ആവശ്യമില്ല, നമ്മൾ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ദയവായിട്ട് ഇതിലുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, രാത്രി സമയങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഭക്ഷണങ്ങൾ കുറെ ഉണ്ട്. ആരുടെയും ഭക്ഷണ കാര്യത്തിൽ ഞാൻ ഇടപെട്ടു എന്ന് തോന്നാൻ പാടില്ല. എന്റെ ഒരു റിക്വസ്റ്റ് പോലെ ഞാനത് പറഞ്ഞതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് സ്വീകരിക്കാം, തള്ളേണ്ട ആൾക്കാർക്ക് തള്ളാം. പിന്നെ അത് വേണ്ടത് ഫാറ്റ്, കൊഴുപ്പും നമ്മളെ ശരീരത്തിലെ പല പല പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണ്. കൂടാതെ അടുത്തതാണ് ഫൈബർ. ഫൈബർ നമ്മുടെ ശരീരത്തിലെ ശുചീകരണ തൊഴിലാളിയാണ് ഫൈബർ. അപ്പം ഫൈബറും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, കഴിക്കാനാണ് പറ്റണം. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിക്കുന്ന ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ വളരെ കുറവാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഒന്ന് ശ്രദ്ധിക്കുക, ഫൈബർ അടങ്ങിയ ഭക്ഷണം എന്ത് ചെയ്യുക, കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. പിന്നീടുള്ളതാണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞ സാധനം. അതായത് പ്രോട്ടീൻ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ശരീരത്തിന്റെ ബ്ലോക്സ് ആണ്. അതായത് നമ്മളൊരു വീട് പണിയുന്നുണ്ടെങ്കിൽ, വീടിന് നമ്മൾ കല്ലായിരിക്കും ചില ആൾ ഉപയോഗിക്കുന്നത്, ചില സ്ഥലത്ത് തബൂക്കായിരിക്കും, ചില സ്ഥലത്ത് ഇഷ്ടികയായിരിക്കാം, പലതായിരിക്കാം. അപ്പൊ അതായിട്ട് നമ്മൾ ഉപയോഗിക്കണം ഈ പ്രോട്ടീനിൽ. അതായത് നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ്, അതായത് നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കാൻ ആവശ്യമായ ഇതാണ് നമുക്ക് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ. വിറ്റാമിൻസ്, മിനറൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ പല പല ഓർഗൻസും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം, നമുക്ക് ഒരു ദിവസം നമ്മുടെ കണ്ണ് പ്രവർത്തിക്കണമെങ്കിൽ 1000 ഇന്റർനാഷണൽ യൂണിറ്റ് വിറ്റാമിൻ എ എന്ന് പറഞ്ഞ സാധനം വേണം. അപ്പൊ നമ്മൾ ചിന്തിക്കുക, വിറ്റാമിൻ എ നമുക്ക് ഇത്രയധികം കിട്ടുന്നുണ്ടോ? 1000 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് ഞാൻ പറഞ്ഞത്. അത് വളരെ കുറച്ച് സംഭവമുള്ളത്.
അതായത് നമ്മൾ ഒരു 250 ഗ്രാം, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 250 ഗ്രാം ക്യാരറ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 1000 ഇന്റർനാഷണൽ യൂണിറ്റ് വിറ്റാമിൻ എ കിട്ടും. അത് പച്ചക്ക് തിന്നണം എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. പക്ഷെ അത് സാധ്യമല്ല നമുക്ക്. പക്ഷെ നമുക്ക് വിറ്റാമിൻ എ ഒക്കെ കുറച്ച് പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കുറച്ചായിട്ടൊക്കെ കിട്ടുന്നുണ്ട്, പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, കാഴ്ച തിമിരം എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. നമുക്കൊക്കെ കാഴ്ച മങ്ങൽ വരുന്നില്ല, ഒരു 40-50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കാഴ്ചക്ക് മങ്ങൽ വരുന്നതിന് കാരണം നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ലോസ് വരുന്നതാണ്. ഈ ഞാൻ ആ മാക്രോ ന്യൂട്രിയൻസിന്റെ പ്രത്യേകത ശരീരം പെട്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ടാവും. മാക്രോ ന്യൂട്രിയൻസ് കുറയുന്ന സമയത്ത് നമ്മളെ ശരീരം, അതിന്റെ സിസ്റ്റം ശരീരത്തിനുണ്ട്. നമ്മൾ വെള്ളത്തിന്റെ കുറവ് നമുക്ക് വരികയാണെങ്കിൽ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഇതുണ്ട്, സിംറ്റംസ് ഉണ്ട്. നമുക്ക് ദാഹം അനുഭവപ്പെടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് വേഗം പരിഹരിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പരിഹാരമായി. പിന്നെ കാർബോഹൈഡ്രേറ്റ് കുറയുന്ന സമയത്തും ശരീരം കാണിച്ചു തരുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നു, എനർജി കുറയുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമ്മൾ കുറച്ച് കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനർജി വരുന്നുണ്ടാവും. അതുപോലെ ഇതിന്റെയൊക്കെ ഗുണം വെച്ചാല് നമുക്ക് ഇൻഡിക്കേഷന് പെട്ടെന്ന് കിട്ടുന്നുണ്ടാവും. അതായത് മാക്രോ ന്യൂട്രിയൻസിന്റെ പ്രശ്നം എന്ന് വെച്ചാല് നമുക്ക് ശരീരത്തിന് കാണിച്ചു തരാൻ പറ്റില്ല. അങ്ങനെ ഒരു സിസ്റ്റം ശരീരത്തിനില്ല. പ്രോട്ടീൻ കുറഞ്ഞാലും വിറ്റാമിൻ കുറഞ്ഞു കഴിഞ്ഞാലും മിനറൽസ് കുറഞ്ഞു കഴിഞ്ഞാലും ശരീരം കാണിച്ചു തരില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഇതിന്റെ ലോസ് വരുന്നത് നമുക്ക് അറിയുന്നില്ല. പ്രോട്ടീന്റെ ലോസ് വരുന്നത് നമ്മൾ അറിയുന്നില്ല, വിറ്റാമിന്റെ ലോസ് വരുന്നത് നമ്മൾ അറിയുന്നില്ല, മിനറൽസിന്റെ ലോസ് വരുന്നത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരുന്നത്. നമ്മളെ ശരീരത്തിൽ ഓരോ പ്രവർത്തനത്തിന് പണിക്കാർക്കും ശമ്പളം കൊടുക്കണം. നമ്മളെ ശരീരത്തിൽ ഓരോ ഓർഗൻസും ഓരോരോ ജോലിക്കാരനായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ശമ്പളം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ശമ്പളം നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ അവർ പണി നിർത്തും. എന്നുവെച്ചാൽ നമുക്കറിയാലോ, ചില ഒരു ഫാക്ടറി എടുക്കുകയാണെങ്കിൽ ആ ഫാക്ടറിയിൽ ആ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, പിറ്റേ ദിവസം സമരം ചെയ്യാൻ നോക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ പണി നിർത്തി അവരുടെ പാട്ടിന് പോകും. അതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ശരീരത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പോഷകങ്ങൾ കൊടുക്കാത്ത സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഓർഗൻസിന് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ വർക്ക് ചെയ്യാത്ത സമയത്ത് എന്ത് ചെയ്യും, അത് പല ഡിസീസ് ആയിട്ട് നമ്മളെ മുന്നിൽ തരും. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ന്യൂട്രിയൻസ് നമുക്ക് പെട്ടെന്ന് തരുന്നുണ്ട്. അത് പരിഹരിക്കാൻ എളുപ്പമാണ്. അതേ സ്ഥാനത്ത് ഇപ്പുറത്തുള്ളതായി പ്രോട്ടീൻ വിറ്റാമിൻസിന്റെ പ്രശ്ന പരിഹാരം എളുപ്പമല്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ ഇന്ന് കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും ഈ ഇത്രത്തോളം ന്യൂട്രീഷ്യൻസ് വാല്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. ഇതുവരെ ആരും അതൊന്നും മനസ്സിലാക്കിയിട്ടല്ല ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഭക്ഷണത്തിൽ അതൊക്കെ ഉൾപ്പെടുത്തണം എന്നും കൂടി എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അപ്പോ ജസ്റ്റ് ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ എന്റെ ഈ സെഷന് അവസാനിപ്പിക്കുകയാണ്. 7:07 സമയം. ഓക്കെ, കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഥയിൽ കൂടിയാണ് ആളുകൾക്ക് ചിലപ്പം ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. നമ്മള് എല്ലാം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാം ദൈവം തരും എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. അത് നമ്മൾ സ്വർഗത്തിലായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു കഥയായിരിക്കാം ഇത്. കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അപ്പൊ കഥ എന്ന് പറയുന്നത് ഒരു 40 തട്ടുള്ള ഒരു ഫ്ലാറ്റ് ആണ്. അതിലൊരു വൃദ്ധ ദമ്പതികൾ താമസിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ഒരു 35ാമത്തെ നിലയിലാണ് ആ വൃദ്ധ ദമ്പതികൾ താമസിക്കുന്നത് ഒരു ഗ്രാമത്തിൽ. അപ്പൊ എന്താ സംഭവിച്ചാൽ ആ ഗ്രാമത്തിൽ എന്ത് ചെയ്തു, വലിയൊരു പേമാരി മഴ, വെള്ളപ്പൊക്കം വന്നു. ആ വെള്ളപ്പൊക്കം വന്ന സമയത്ത് എന്ത് ചെയ്തു, അടിയിലുള്ള ആൾക്കാരൊക്കെ വെള്ളം കയറുന്ന സമയത്ത് തന്നെ രക്ഷപ്പെട്ടു. അപ്പൊ ഇവരോട് വിളിച്ചു പറയേണ്ടത്, വെള്ളം കയറിക്കൊണ്ടേയിരിക്കും, ഫ്ലാറ്റിൽ കയറി, രണ്ടാമത്തെ ഫ്ലാറ്റ് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, നിങ്ങൾ ഉടനെ ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പൊ അവര് പറഞ്ഞു, വേണ്ട, നിങ്ങൾ രക്ഷപ്പെട്ടോളും, നമ്മളെ ദൈവം രക്ഷിച്ചോളും എന്ന് പറഞ്ഞു. അപ്പോ അവരും എന്ത് ചെയ്തു, ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവരും അവരുടെ പാട്ടിന് പോയി. പിന്നെ അടുത്തടുത്ത് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ അടുത്തടുത്ത ഫ്ലാറ്റുകാരൊക്കെ പറഞ്ഞു, നിങ്ങൾ ഉടനെ രക്ഷപ്പെടണം, നമ്മളെ ഫ്ലാറ്റ് ഏകദേശം മുങ്ങി താഴാറായി, രക്ഷപ്പെടണമെന്ന്. അപ്പോഴും അവര് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, നമ്മൾ ദൈവത്തിന്റെ ഭക്തരാണ്, നമ്മൾ ഏത് സമയത്തും പ്രാർത്ഥനയും ജപമൊക്കെ മുഴുകിയിരിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് നമ്മളെ ദൈവം രക്ഷിച്ചോളും എന്ന് പറഞ്ഞു അവരെയും മടക്കി അയച്ചു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, അവിടെ വെള്ളം പൊന്തി അവരുടെ ഫ്ലാറ്റും വെള്ളത്തിൽ മുങ്ങിപ്പോയി. സ്വാഭാവികമായിട്ടും വെള്ളത്തിൽ മുങ്ങിപ്പോയി കുറച്ച് സമയം മാത്രമേ നമുക്കൊരു 3 സെക്കൻഡ് 4 സെക്കൻഡ് മാത്രമേ നമുക്ക് ശ്വാസം കിട്ടാതെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റും. ആ സമയം കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും അവർ മരിച്ചുപോയി. അവർ രണ്ടുപേരും മരിച്ചു. നേരെ അവരുടെ പ്രാർത്ഥനയുടെ ഫലമോ എന്തോന്നറിയില്ല, നേരെ ദൈവത്തിന്റെ മുമ്പിലേക്ക് എത്തിപ്പെട്ടു. ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അവർ ഒരേ ഒരു കരച്ചിൽ, എന്റെ ദൈവമേ, നമ്മൾ 24 മണിക്കൂറും ദൈവത്തിനെ മാത്രം പ്രാർത്ഥിച്ച് ആരാധിച്ച് നിന്നിട്ട് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ കൈവെടിഞ്ഞല്ലോ എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറേ സമയം ദൈവം ഇത് കേട്ടുകൊണ്ടേയിരുന്നു. സൈലന്റ് ആയിട്ട് നമ്മൾ കേട്ടു നിന്നു. അപ്പോ
ദൈവം അവസാനം നിങ്ങൾ പറഞ്ഞതൊക്കെ മതിയായി, നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മതിയായെന്ന് ചോദിച്ചു. ഓക്കെ, മതിയായി എന്നാണ്. അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു കുറെ അവസരങ്ങൾ തന്നു. നിങ്ങളെ അടുത്ത ഫ്ലാറ്റിലുള്ള ആൾക്കാർ പറഞ്ഞു, ഇവരൊക്കെ വന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഡയറക്റ്റ് നിങ്ങളോട് വന്ന് പറയാൻ സാധിക്കില്ല. ഞാനിങ്ങനെ അവസരങ്ങളായിട്ട് നിങ്ങളെ മുമ്പിലേ വരൂ. ഇന്ന് ആ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ, ആ ഒരു അവസരം ദൈവത്തിന്റെ ഉപദേശമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ പരാജയം എന്ന് ദൈവം അവരോട് പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, യെസ്, നമ്മുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിരുന്നു, പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഉൾമനസ്സ് നമുക്കില്ലാതെ ആയിപ്പോയി എന്നുള്ള ആ സമയത്താണ് അവർക്ക് മനസ്സിലായത്. അതേപോലെയാണ് നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഈ ഒരു നല്ലൊരു അവസരം കിട്ടിയിട്ട് നമ്മൾ വേണ്ട രീതിയിൽ, ദൈവം തന്നതാണ് നമുക്കിത്, അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വേണ്ട രീതിയിൽ വേണ്ടുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളും ജീവിതത്തിൽ ആ വൃദ്ധ ദമ്പതി പറഞ്ഞപ്പോലെ നമ്മളും ജീവിതത്തിൽ നിന്ന് ഇതായി പോകുന്നുണ്ടാവും. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം വളരെ മനോഹരമായി തീരട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. ഇത്രയൊരു സമയം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും തന്നെ ഞാൻ താങ്ക്സ് പറയാണ്. ഞാൻ ഇതിൽ പ്രിപ്പയർഡ് ആയിട്ടൊന്നും വന്ന ആളല്ല. ഈ ഒരു സൂം ചെയ്യേണ്ടിയിട്ട് പ്രിപ്പയർ, ഇന്നലെ രാത്രി ഒരു 10 മണിക്കാണ് എന്റെ ഗ്രേറ്റ് ലീഡർ മിനീഷ് സാറ്, നമ്മള് എല്ലാ ദിവസവും സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. എന്നോട് വിളിച്ചു പറയുകയാണ്, രാജ് സാറേ, ഇന്ന് നാളത്തെ സൂം നിങ്ങളാണ് ചെയ്യേണ്ടതെന്ന് മാത്രമേ പറഞ്ഞു. ചെയ്യുവോ എന്നല്ല എന്നോട് ചോദിച്ചത്, നാളത്തെ സൂം നിങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് എന്നോട് പറഞ്ഞത്. ആ വാക്കിന് രണ്ടുണ്ട്. അതായത് കമന്റിങ് സ്റ്റൈലാണ് എന്നോട് പറഞ്ഞത്. നാളത്തെ സൂം നിങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ ചോദിച്ചു എന്ത് ടോപ്പിക്കാണ് ഞാൻ സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും സംസാരിച്ചെന്ന്. പെട്ടെന്ന് എനിക്ക് എന്റെ മനസ്സിൽ ഓടിയത് ഞാൻ പണ്ട് പഠിച്ച കാര്യങ്ങളാണ് എനിക്ക് ഓടിയത്. 4 ബേസിക്സും 3 പില്ലേഴ്സും ആണ് എനിക്ക് പെട്ടെന്ന് ഓടിയത്. ഞാൻ പറഞ്ഞു, ഈ ഒരു ടോപ്പിക്കാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, അപ്പൊ അതിനോട് പറഞ്ഞ ഒരു പിക്ക് ഫോട്ടോ ഇടാൻ പറഞ്ഞു. ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്തു. ആ ഒരു പിക്കാണ് നിങ്ങളൊക്കെ ഇന്ന് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇത് എന്നെ ഈ ഒരു പ്രോഗ്രാം എനിക്ക് ഈ ഒരു അവസരം തന്നതിൽ ഞാൻ ജഗദീഷ് സാറിനോടും ഈ ഒരു ടീം മെമ്പേഴ്സിനോടും ഈ ഒരു അതായത് നമ്മളിപ്പോ ഇതിൽ 181 പേരുണ്ട് ഇപ്പോ, അവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. എന്റെ നന്ദിയും എന്റെയും എന്റെ കുടുംബത്തിന്റെയും കടപ്പാടൊക്കെ ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും, ആരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എല്ലാവർക്കും കൂടി ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, കേൾക്കാമല്ലോ? വളരെ താങ്ക്സ്. ഈ ഒരു സാറ് ഇന്നൊരു ഈ ഒരു സ്പെഷ്യൽ ക്ലാസ് വളരെ നിയോഗം പോലെ എല്ലാവർക്കും നൽകി. ഈ ഒരു 6am ക്ലാസ് വളരെ ഗംഭീരമാക്കി തന്നത് സാറിന് ഒരു പ്രത്യേകം നന്ദി എന്റെ പേരിലും ഈ ഒരു കേരള ബയോട്ടോറിയത്തിന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. സാർ പറഞ്ഞ വാക്കുകൾ വളരെ വളരെ സത്യമാണ്. ആ ദൈവത്തിന്റെ വിളിയാണ്, ദൈവത്തിന്റെ കയ്യൊപ്പ് പതിച്ചൊരു പ്രോഡക്റ്റ്, ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി. നിങ്ങളത് മനസ്സാ വാചാ കർമ്മ അത് മനസ്സിലേറ്റെടുത്ത് സീരിയസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പൂണിത്തറ സ്വദേശിയായ മനോജ് സാർ പോലെയും, അപ്പോ നമ്മൾ അപ്ലൈനറായ, നമ്മൾ ദൈവതുല്യം സ്നേഹിക്കുന്ന വളരെ പ്രിയങ്കരനായ നമ്മളെ മനോജ് സാറ് ഈ ക്ലാസ്സിലുണ്ട്. അപ്പോ ഇന്നത്തെ സൂം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക. രാജേഷ് സാറിന്റെ ഇഷ്ടം ഇതിൽ പങ്കുവെക്കുക. എല്ലാവരും യെസ് ഓർ നോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരുപാട് പേര് കമന്റ് പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ ന്യൂട്രീഷൻ സപ്ലിമെന്റ് ക്ലാസ് ഒരു ദിവസം വെക്കാൻ വേണ്ടിയിട്ട് വളരെ വിലപ്പെട്ട അറിവുകൾ സാറ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോ സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു 6am സൂം നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മനോജ് സാർ തൃപ്പൂണിത്തുറ ഞാൻ ക്ഷണിക്കുകയാണ്. പ്ലീസ് സാർ, വെൽക്കം. ഓക്കെ സാർ, താങ്ക് യു. വെൽക്കം സാർ, വെൽക്കം. താങ്ക് യു അജിത് സാർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേടി. ഇന്ന് നമ്മളോട് സംബന്ധിച്ചത് പ്രിയങ്കരനായ രാജേഷ് കടവത്തൂർ സ്വദേശിയായ രാജേഷ് സാറാണ്. അറിയാം സാറിന് അറിയാം. നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ സൂമിൽ പലരും ഇദ്ദേഹത്തെ ചിലപ്പോൾ കണ്ടു കാണില്ല. അദ്ദേഹം സൂമിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. ആദ്യമായിട്ടാണ് ഇവർ രണ്ടുപേരും സൂമിൽ സംസാരിക്കുന്നത്. ഡാർസിലിംഗ് ഇൻഡസ്ട്രിയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ലീഡേഴ്സ് ആണ് രണ്ടുപേരും. അപ്പൊ അദ്ദേഹത്തിന് ഇന്നലെ രാത്രിയാണ് വിളിച്ച് സംസാരിച്ചത്. നിങ്ങൾക്കും ഇങ്ങനെ രാത്രി കോളുകൾ വരും. ഒരു 10-10:30 ശേഷം കോളുകൾ വരും. നാളെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യണം, അതിൽ മാറ്റമൊന്നുമില്ല.
കാരണം നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വിജയിക്കാൻ വരുന്ന ആളുകളുടെ കയ്യിൽ എപ്പോഴും ഏത് സമയത്ത് വിളിച്ചാലും സംസാരിക്കാനുള്ള ടൂൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബൈ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന്റെ ടൂളാണ് ഇവിടെ കേട്ടത്. വളരെ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ബേസിക് മുതൽ നമ്മുടെ ന്യൂട്രീഷൻസിന്റെ ഉപയോഗം വരെയുള്ള കാര്യങ്ങൾ വളരെ ഫ്ലുവന്റ് ആയിട്ട് എല്ലാവർക്കും ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലാണ്. നല്ല ഇൻഫർമേറ്റീവ് ആയിട്ട് ഒരു സെഷനാണ് രാജേഷ് സാർ കൈകാര്യം ചെയ്ത്. ബിഗ് കൺഗ്രാജുലേഷൻ രാജേഷ് സാർ, സ്പെഷ്യൽ താങ്ക്സ്. അപ്പൊ ഇത് ഒരു പാഠമാക്കി എടുക്കണം എല്ലാവരും. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഇതുപോലെ പഠിച്ച് പറയാൻ തയ്യാറാകുക എന്നുള്ളതാണ്. നമുക്ക് ഏൺ ചെയ്യണമെങ്കിൽ ലേൺ ചെയ്യാന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയല്ലേ. നമുക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ, അതിസമ്പത്തിലേക്ക് പോകണമെങ്കിൽ, അതിസമ്പത്തിലേക്ക് പോകുമ്പോഴാണ് എന്തുണ്ടാകുന്നത് അല്ലെ, സമ്പന്നതയും സന്തോഷവും ഐശ്വര്യവും സമാധാനവും ഒക്കെ നമുക്ക് ഈ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. അതിലേക്ക് മാറണമെങ്കിൽ ആദ്യം നമ്മൾ ലേൺ ചെയ്യണം. ബേസിക് സബ്ജക്ട് എന്തൊക്കെയാണെന്ന് ആദ്യം കൂടെ പഠിപ്പിച്ചത്. നമുക്ക് ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കണം വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പില്ലേഴ്സിനെ കുറിച്ച് അദ്ദേഹം വളരെ സ്പീഡാണെങ്കിലും എല്ലാം ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഞാൻ അതിലേക്കൊന്നും ഇനി പോകുന്നില്ല, അത് ആവർത്തന വിരസതയുണ്ടാകും. എന്തായാലും വളരെ നല്ലൊരു സെഷൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട സെഷൻ ഉണ്ടാവും. ഇപ്പോ കണ്ണിന്റെ ആരോഗ്യത്തിന് ഒരു ദിവസം 250 അല്ലെ എത്ര കിലോഗ്രാമാണ് ഗ്രാമാണ് ഞാൻ മറന്നു, ക്യാരറ്റ് കഴിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ബ്രെയിനിന്റെ ആരോഗ്യത്തിന് എന്ത് കഴിക്കണം, ഓരോ ഓർഗൻസിന്റെ ആരോഗ്യത്തിന് എന്തൊക്കെ കഴിക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കെല്ലാം ആകെ ഇപ്പൊ ടെൻഷനായിട്ടാണ് ഉള്ളത്. ഇപ്പൊ മനസ്സിലായ എന്തൊക്കെ കഴിക്കേണ്ടി വരും എന്റെ പൊന്നു സാർ. അതുകൊണ്ട് നാളെ തന്നെ താങ്കളുടെ ന്യൂട്രീഷൻസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഒന്ന് കേൾക്കണം എന്നുള്ളൊരു ത്വരയാണ് ഇപ്പൊ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ലീല സുജിത്തൊക്കെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക, വേഗം ക്ലാസ് വെക്ക് വേഗം ക്ലാസ് വെക്കുക എന്ന് പറഞ്ഞിട്ട്. ഇതിനുള്ള ഒറ്റ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. സാറ് നിങ്ങളെ ആകെ വേവിലാജാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനിൽ നമ്മളിപ്പോ പറയണ്ട്. ആ സൊല്യൂഷനാണ് ഞാൻ പറയുന്നത്. എല്ലാ ഓർഗൻസിനും വേണ്ടുന്ന എല്ലാ സപ്ലിമെന്റ്സും കിട്ടുന്ന പ്രൊഡക്റ്റ് ബയോട്ടോറി ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ അൾട്രാബറി ജ്യൂസ് സ്ഥിരമായിട്ടൊരു ശീലമാക്കി മാറ്റുക, മോർ പവർ ഒരു ശീലമാക്കി മാറ്റുക, അതുപോലെ തന്നെ നമ്മുടെ നെയ്യ് ഒരു ശീലമാക്കി മാറ്റുക. ഇത് മാത്രം ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ ഓർഗൻസിനെ വിട്ടേക്ക്. അതിനാവശ്യമുള്ള എല്ലാ വൈറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസും ഒക്കെ ഇത് കൊടുത്തോളൂ. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ 10 പേരെ കാണാൻ നോക്ക്, 10 പേരിലേക്ക് ഈ നമ്മുടെ ബയോട്ടോറിയത്തിന്റെ സന്ദേശം എത്തിക്കാൻ നോക്ക് കേട്ടാ. അതുകൊണ്ട് ആരും വെറിയിടാവണ്ട. അതുകൊണ്ട് രാജേഷ് സാറിന്റെ ക്ലാസ് ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞ, നമുക്ക് അതിനെക്കുറിച്ച് അറിവ് വേണം. ഈ അറിവ് നമ്മൾ ഫീൽഡിൽ പോയിട്ട് കൊടുക്കുമ്പോഴാണ് ഈ അൾട്രാബറി ഉപയോഗിക്കേണ്ട പ്രസക്തി ആ കസ്റ്റമർക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ക്ലാസ് അടുത്ത ദിവസം ഉണ്ടാവും. ആ ക്ലാസ് ഇത്ര കാര്യങ്ങളൊക്കെ വേണം നമ്മൾ ഓർഗൻസ് വർക്ക് ചെയ്യണമെങ്കിൽ. മനസ്സിലായ അതിന്റെ ഡെഫിഷ്യൻസി നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യില്ല അല്ലെ. മൈക്രോ മാക്രോ അദ്ദേഹം സംസാരിച്ചു. അപ്പോ മൈക്രോയിലും മാക്രോയിലുള്ള വ്യത്യാസം അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ മൈക്രോയിൽ ഇപ്പൊ ദാഹം വരുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാകും, കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ക്ഷീണം ഉണ്ടാകും. പക്ഷേ ഓർഗൻസിന് വേണ്ടുന്ന അജിത് സാർക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെ. എല്ലാവരും കുടിക്കണം കേട്ടോ, വിൽക്കാൻ മാത്രം പോയാൽ പോരെ. ഓക്കെ, കുടിച്ച് കാലി ബോട്ടിലാണെന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളൊരു ശീലമാക്കി മാറ്റണം. രാവിലത്തെ കാപ്പി ചായ ഒഴിവാക്കിയിട്ട് അതിന് പകരം എന്ത് ചെയ്യണം അല്ലെ, അൾട്രാബറി ജ്യൂസിലേക്ക് ഓരോ കുടുംബത്തേക്കും മാറ്റുക. അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിന് ഇത് വാങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ന്യൂട്രീഷനെ കുറിച്ച് പഠിക്കാൻ പറയുന്നത്. അപ്പൊ അതിന്റെ ക്ലാസ് രാജേഷ് സാറിന്റെ സൗകര്യത്തിനനുസരിച്ച് അടുത്ത ദിവസം ഉണ്ടാവും. എന്തായാലും നല്ലൊരു ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടുണ്ട്, വളരെ സന്തോഷമായിട്ടുണ്ട്, വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന ലാംഗ്വേജിൽ സിമ്പിൾ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെല്ലാം കേട്ടിട്ട് അതേപോലെ നമ്മൾ വീണ്ടും അല്ലെ തന്നെ കുഴലെടുത്താലും പട്ടിയുടെ വളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം കേൾക്കും. എല്ലാം കഴിഞ്ഞു അത് വീണ്ടും നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ശൈലിയിലേക്ക് അങ്ങ് പോവാണ്. അതുകൊണ്ടാണ് പലർക്കും ഉദ്ദേശിച്ച രീതിയിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കാതെ പോകുന്നത്. നമ്മൾ കേട്ട കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ദിവസവും നിങ്ങൾ 1% മാറാൻ തയ്യാറായാൽ മതി. 1% വളരെ മൈന്യൂട്ടാണ്. ഇന്ന് തന്നെ നിങ്ങൾ 100% മാറുന്നത് 1% ഒരു ദിവസം മാറിയാൽ നിങ്ങൾക്ക് 100 ദിവസം കൊണ്ട് 100% ആവും ഇല്ലേ. അപ്പൊ നേരെ ഇരട്ടി ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവും. 100% ചേഞ്ച് വരും എന്നുള്ളതാണ്. 100 ദിവസം എന്ന് പറഞ്ഞാൽ ഇല്ല, എത്ര 3 മാസമേ ഉള്ളൂ 100 ദിവസം എന്ന് പറയുമ്പോൾ. 1% ചേഞ്ച് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ പ്രവർത്തനത്തിലും നിങ്ങളുടെ ചിന്താഗതിയിലും നിങ്ങളുടെ എല്ലാത്തിലും നിങ്ങൾ 1% ചേഞ്ച് ഒരു ദിവസം കൊണ്ടുവരും. 100 ദിവസം കൊണ്ട് 100% ചേഞ്ച് ആയില്ലേ. അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു ഇൻഫർമേഷൻ ടീമിലേക്ക് പകർന്നു കൊടുക്കുക, ടീമിന് കോൺഫിഡൻസ് കൊടുക്കുക, വിശ്വാസം കൊടുക്കുക, റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, അവരെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കുക, അവരെ ചേർത്ത് പിടിച്ചു നിർത്തുക. ഇതാണ് ഒരു ലീഡർ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം, ടീമിന് കോൺഫിഡൻസ് കൊടുക്കണം, അവരെ ചേർത്ത് പിടിക്കണം, അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കണം, ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം, പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം,
1 to 1 ഞാൻ എപ്പോഴും പറയും, മിനിമം നിങ്ങളൊരു 3 പേരെയെങ്കിലും ഒരു ദിവസം കാണണം. 3 to 5 പേർക്ക് പ്ലാൻ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. പ്രൊഡക്റ്റ് മാത്രമല്ല പ്ലാനും കൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ആ പ്ലാനാണ് നിങ്ങളെ അച്ചീവറാക്കി മാറ്റുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് കൊടുത്ത ആളുകൾ വാങ്ങും, ഉപയോഗിക്കും, കഴിഞ്ഞു. പ്ലാനും കൂടെ കൊടുക്കുമ്പോഴാണ് നമുക്ക് അച്ചീവറായിട്ട് മാറാൻ വേണ്ടി സാധിക്കും. പ്രൊഡക്റ്റും പ്ലാനും ഒരേപോലെ കൊടുക്കുക, ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ്. ഇന്നലെ നമ്മള് കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി കോർ ലീഡേഴ്സിന്റെ മീറ്റ് ഉണ്ടായിരുന്നു എറണാകുളത്ത്. നിങ്ങളെ ലീഡേഴ്സ് എല്ലാം നിങ്ങൾ അറിയിക്കും, അതിൽ വന്ന ഓരോ ലീഡേഴ്സും നിങ്ങളെ വിവരങ്ങൾ അറിയിക്കും. എന്നാലും ഞാനിവിടെ ഒരു കോമൺ ആയിട്ട് അറിയിക്കുകയാണ്. ലീഡേഴ്സ് എല്ലാം നിങ്ങൾ അറിയിക്കും, അതിന്റെ പിക്കൊക്കെ അടുത്ത ദിവസം തന്നെ വരും. നമ്മൾ വേറൊരു ലെവലിലേക്ക് കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയെ കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒത്തിരി ചർച്ചകളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. നാളെ മുംബൈയിൽ മീറ്റിംഗ് ആണ് ബ്ലാക്ക് ഡയമണ്ട്സിന്റെ. ഞാൻ നാളെ പോകും ഓഫീസിലേക്ക്. 2 ദിവസത്തെ പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞ് വന്ന പുതിയ അപ്ഡേഷൻസ് എല്ലാം അവിടെ നിന്ന് കിട്ടും. നിരവധി ഉൽപ്പന്നങ്ങൾ കമ്പനിയിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം. ഒത്തിരി ചേഞ്ചസ് കമ്പനിയുടെ പ്രവർത്തനത്തിൽ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അതെന്തായാലും 2 ദിവസത്തെ പ്രോഗ്രാം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടൊരു ഓഫീസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ടീം മീറ്റിംഗ് അതുപോലുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ചർച്ചകൾ ഈ ഭാഗത്ത് കോഴിക്കോടോ കണ്ണൂരുള്ള ലീഡേഴ്സിനൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ, ഗസ്റ്റുകളെയൊക്കെ ഓഫീസിലേക്ക് വിളിക്കാനും അവിടെ നിങ്ങൾക്ക് പ്ലാൻ കൊടുക്കാനൊക്കെ സാധിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാവും. ഇത് നേരത്തെ ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ പറയാനുള്ളത്. ഇന്നലത്തെ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായിട്ട് വന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി മീറ്റ് ആണ്. ഫാമിലി മീറ്റ് സാഗർ സാറിന്റെ ഡേറ്റ് അനുസരിച്ച് ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കിൽ പ്രോഗ്രാം ചെയ്യാൻ നമ്മൾ ഒരു 3000 പേരെ പങ്കെടുപ്പിക്കുന്ന ഒരു ഫാമിലി മീറ്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ആ ഫാമിലി മീറ്റിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായി നിൽക്കുക എന്നുള്ളത്. അപ്പൊ ഡേറ്റ് അനൗൺസ്മെന്റ് എല്ലാം ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവും. അങ്ങനെ വലിയൊരു പ്രോഗ്രാം നമ്മൾ വലിയൊരു തരംഗമാക്കാൻ വേണ്ടി പോവാണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് മൺഡേ എന്ന് പറഞ്ഞ 1-ാം തീയതിയാണ്. 1-ാം തീയതി ഇതുവരെ നമ്മുടെ ബയോട്ടോറിയത്തിൽ 1 lakh and above അച്ചീവ് ചെയ്ത എല്ലാ ലീഡേഴ്സിന്റെയും ഒരു 1 day സെഷൻ, ഒരു 1 day മീറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എറണാകുളത്ത് വെച്ച് നടക്കുകയാണ്. ആദ്യത്തെ പ്രോഗ്രാം എറണാകുളം, പിന്നെ തൃശ്ശൂർ, കോഴിക്കോട്, ഇങ്ങനെ മാറി വരും. അതുകൊണ്ട് നിങ്ങൾ ഉൾപ്പെടെ എന്നെ ഈ ശ്രമിക്കുന്ന നിങ്ങൾ 1 lakh ഇതിനകത്ത് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസംബർ 1 എന്നുള്ള ഡേറ്റ് ഇപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്യണം. ഡിസംബർ 1-ാം തീയതി മൺഡേ നിങ്ങളെ ലീഡേഴ്സ് അറിയിക്കും, അതിന്റെ പിക്ക് വരും. താങ്കളും താങ്കളുടെ ടീമിൽ 1 ലക്ഷത്തിൽ മുകളിൽ വരുമാനം കിട്ടിയ എല്ലാവർക്കും പങ്കെടുക്കുന്ന ഒരു മെഗാ പ്രോഗ്രാമാണ്. അന്ന് അവിടുന്ന് ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കും. അതനുസരിച്ചാണ് ഇനി നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് നോട്ട് ചെയ്യുക. 1 ലക്ഷം രൂപ കിട്ടിയവർ മാത്രമേ വരാൻ പാടുള്ളൂ കേട്ടോ. അതിൽ കുറഞ്ഞവർ വരണ്ട. ഇപ്പോൾ അവർക്ക് വേറെ സെഷൻ ഉണ്ടാവും. 1 lakh and above ലീഡേഴ്സിന്റെ ഒരു മീറ്റ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തിങ്കളാഴ്ച മൺഡേ ആണ്, അടുത്ത തിങ്കളാഴ്ച ഡിസംബർ 1-ാം തീയതി. അതിനുവേണ്ടി തയ്യാറായിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ സുപ്രഭാതത്തിൽ അറിയിക്കാനുള്ളത്. നാളെ വ്യാഴാഴ്ച കോഴിക്കോട് BOP ആണ്. അതുകൊണ്ട് പ്രോഗ്രാം സെന്റർ പരമാവധി എല്ലാവരും ഉപയോഗിക്കുക. പ്രോഗ്രാം സെന്ററിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരിക. ഇലക്ഷന്റെ കാലമാണ്, അതുകൊണ്ട് അതിൻ്റെതായ ചില പരിമിതികളുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ നിന്നും കുറെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അവരെല്ലാം വിജയിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഇലക്ഷൻ പ്രവർത്തനത്തോടൊപ്പം തന്നെ നമ്മുടെ ബയോട്ടോറിയത്തിന്റെ പ്രവർത്തനം നിർത്തരുതാരും. അതും വേണം, ഇതും വേണം. അതുകൊണ്ട് ചില സ്ഥലങ്ങൾ നമ്മൾ BOP തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട്. കോഴിക്കോടെ സംബന്ധിച്ചിടത്തോളം അത് വേണമെന്ന് ലീഡേഴ്സ് പറഞ്ഞതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും അവിടെ ഹാള് തിങ്ങി നിറയ്ക്കുന്ന രീതിയിലേക്ക് എല്ലാവരും അന്നത്തെ ദിവസമെങ്കിലും ഉച്ചവരെയുള്ള സമയമെങ്കിലും അവിടെയുള്ള ലീഡേഴ്സ് തൽക്കാലം ഇലക്ഷൻ പ്രവർത്തനമൊക്കെ മാറ്റിവെച്ചിട്ട് ആ ഹാളിലേക്ക് എത്തണം, പുതിയ ഗസ്റ്റുകളായിട്ട് എത്തണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങുമായിട്ട് മാറിക്കഴിഞ്ഞു. 2026 നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു വർഷമായിട്ട് നമുക്ക് ഉയർത്താൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഒരുമിച്ച് ഒന്നായി നമുക്ക് മുന്നേറാം. നിങ്ങൾ എന്ത് സ്വപ്നങ്ങളായിട്ടാണോ ഈ ബയോട്ടോറിയത്തിലേക്ക് വന്നത് അത് നേടിയെടുക്കുന്നതിന് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒന്നായി നമുക്ക് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ബയോട്ടോറിയം.